ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം. പ്രിയ കർത്താവെ, ഇന്ന് രാത്രിയിൽ ശബ്ദപരിധിക്കകത്ത് കർത്താവെ, മൊബൈലിലെ വിവിധ ഇൻ്റർനെറ്റ് പ്ലാറ്റ്ഫോമുകളിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ കുടുംബങ്ങൾക്കുമായി ഞാൻ പ്രത്യേകമായി നന്ദി പറയുന്നു. കർത്താവെ, അവിടുത്തെ രക്ഷിക്കുന്ന സ്നേഹം, അവിടുത്തെ വിടിവിക്കുന്ന സ്നേഹം ഞങ്ങൾ ഓരോരുത്തരും വ്യക്തിപരമായി അനുഭവിപ്പാൻ ഇന്ന് രാത്രിയിൽ നീ കൃപയാൽ ഇടയാക്കണമേ അപ്പ. അവിടുത്തെ ശക്തമേറിയ സാന്നിധ്യം കർത്താവെ ഓരോ വ്യക്തികളുടെ മേലും ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്നതിൻ്റെ ഇടയിൽ അതിശക്തിയോടെ ഇറങ്ങി വരട്ടെ അപ്പ. ഞങ്ങളുടെ ചിന്താ കുഴപ്പങ്ങളിൽ നിന്ന് വ്യക്തമായൊരു മോചനം ഇന്ന് രാത്രിയിൽ നീ ഞങ്ങൾക്ക് കൽപ്പിക്കണമേ കർത്താവെ. കൺഫ്യൂഷനുകൾ മാറിയിട്ട് എല്ലാത്തിനും ക്ലാരിറ്റി ഉണ്ടാകുവാൻ കർത്താവ് സഹായിക്കണമേ. അങ്ങയുടെ വചനം എല്ലാം വ്യക്തതയാക്കുന്നതാണ് കർത്താവെ. അങ്ങ് ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ വിചാരങ്ങളെ അറിഞ്ഞിട്ട് ആ അവസ്ഥയിൽ നിന്ന് രക്ഷിക്കുന്നവനാണ് കർത്താവെ. ഇന്ന് രാത്രിയിൽ എന്നെ കേൾക്കുന്ന ഓരോ കുടുംബത്തിനുമായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ചെയ്താട്ടെ അപ്പം. കർത്താവെ, ഞങ്ങളുടെ രാജ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ഇന്ത്യക്കായി പ്രാർത്ഥിക്കുന്നു, ഞങ്ങളുടെ സംസ്ഥാനത്തിനായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്ത്യയിലെ വളരെ ഓരോ ദിവസവും വർദ്ധിക്കുന്ന ആ കൊറോണ പ്രയാസത്താൽ കഴിയുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ആരോഗ്യ പ്രവർത്തകരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. നഴ്സസ്, ഡോക്ടേഴ്സ്, ഹോസ്പിറ്റൽ ജീവനക്കാർ, പോലീസ്, ഇവർ ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന, അഹോരാത്രം വർക്ക് ചെയ്യുന്ന ഓരോ വ്യക്തികൾക്കുമായി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ അങ്ങയുടെ സ്നേഹത്തിൻ്റെ കരുതൽ ഓരോ വ്യക്തികളും വ്യക്തിപരമായി അനുഭവിപ്പാൻ സ്വർഗത്തിലെ കരമിടയാക്കണമേ അപ്പ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി യേശുവേ. അവിടുത്തെ സ്നേഹം കൊണ്ട് ഓരോ കുടുംബങ്ങളെ അവിടുന്ന് നിറച്ചാട്ടെ അപ്പ. ലവ് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. കർത്താവെ, വിവിധ രാജ്യങ്ങളിൽ തകർച്ച അനുഭവിക്കുന്ന ഓരോ അനുഭവങ്ങളിൽ കഴിയുന്ന കുടുംബങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അപ്പ. അവിടുന്ന് വിടുവിച്ചാട്ടെ അപ്പ. പ്രത്യേകിച്ച് ഷെൽട്ടർ ഇല്ലാതിരിക്കുന്നവർ, ആഹാരം കഴിക്കാൻ പോലും പറ്റാതിരിക്കുന്നവർ, കർത്താവെ കഴിഞ്ഞില്ല, വീടില്ലാതെ തകർന്നുപോയ ആളുകൾ, കർത്താവെ ക്വാറന്റൈനിൽ താമസിക്കാൻ പോലും സ്ഥലമില്ലാതിരിക്കുന്ന ആളുകൾ, കർത്താവെ ആ കുടുംബങ്ങളെയൊക്കെ തൊടണമേ കർത്താവെ. ഞങ്ങൾ ആരും ബുദ്ധിമോശം കാണിക്കുവാൻ ഇടയാകാതെ വണ്ണം അങ്ങയുടെ സ്നേഹവും കരുതലും സൂക്ഷിക്കേണ്ടതിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. അവിടുന്ന് ഇന്ന് രാത്രി മുതൽ ലോകമെമ്പാടുമുള്ള കൊറോണയിൽ നിന്ന് ആളുകളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരണമേ. രക്ഷ അനുഭവിപ്പാൻ, സൗഖ്യം അനുഭവിപ്പാൻ ഓരോ ആളുകളെയും അവിടുന്ന് ഇടയാക്കണമേ. അവിടുന്ന് ചെയ്യുന്ന കൃപയ്ക്കായി നന്ദി. പ്രത്യേകിച്ച് ഇന്ന് വചനം കേൾക്കുന്ന ഓരോ കുടുംബങ്ങളെയും അവിടുന്ന് തൊടണമേ അപ്പ. അവരുടെ ഇടയിലെ കൺഫ്യൂഷനുകളെ മാറ്റണമേ. പ്രത്യേകിച്ച് കുറ്റബോധം, ദൈവം തരുന്ന കൺവിക്ഷൻ ഞങ്ങളുടെ അകത്തുനിന്ന് മാറിയിട്ട് ഞങ്ങളുടെ അകത്ത് ഗിൽറ്റ് കൊണ്ടുവരുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയുവാൻ നീ ഞങ്ങളെ സഹായിക്കണമേ അപ്പ. അവിടുന്ന് അങ്ങനെ ചെയ്യുന്നതിനായി നന്ദി. ഇൻ ജീസസ് നെയിം ആമേൻ. കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഇന്ന് ദൈവവചന ചിന്തയിലേക്ക് വരികയാണ്. ഇന്നത്തെ ചിന്തയെക്കുറിച്ച് ഞാൻ പേരിട്ടിരുന്നത് ഇങ്ങനെയാണ്: നമ്മളുടെ രോഗങ്ങളെ തടസ്സപ്പെടുത്തുന്ന അല്ലെങ്കിൽ സൗഖ്യത്തെ തടസ്സപ്പെടുത്തുന്ന കുറ്റബോധം. ഉണർവ് നടന്നിട്ടുള്ള സ്ഥലങ്ങളും ക്രിസ്തീയ ചലനം നടന്നിട്ടുള്ള ഇടങ്ങളും ഞാൻ പരിശോധിച്ചപ്പോഴൊക്കെയും ആ പ്രസംഗിച്ച ശുശ്രൂഷകരും അത്ഭുതം അനുഭവിച്ച ആളുകളെയും വേർതിരിച്ച് ഞാൻ പഠിക്കുമ്പോഴൊക്കെ എനിക്ക് മനസ്സിലായ ഒരു ആത്മീയ യാഥാർത്ഥ്യം പറയാം. അവർക്ക് ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള വളരെ ശക്തമായ കോൺഫിഡൻസ് ഉണ്ട്, ധൈര്യമുണ്ട്. ദൈവസന്നിധിയിൽ ചെല്ലാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെട്ടു പോകുന്നവരാണ് അനുഭവങ്ങളും അത്ഭുതങ്ങളും വിടുതലുകളും അനുഭവിപ്പാൻ കഴിയാത്തവരായി പലപ്പോഴും മാറുന്നത്. ഒന്നും കൂടെ ഞാൻ പറയട്ടെ, ദൈവസന്നിധിയിൽ ചെല്ലുവാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടുന്നവർ, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ ദൈവസന്നിധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കോൺഫിഡൻസ് നഷ്ടമായി പോയവർ, അവരാണ് പലപ്പോഴും ദൈവത്തിൽ നിന്ന് നന്മകൾ പ്രാപിപ്പാനും ദൈവ അനുഭവങ്ങൾ പ്രാപിപ്പാനും തക്കവണ്ണം കഴിയാത്തവരായിരിക്കുന്നതെന്ന് ഞാൻ വേദപുസ്തകം പഠിച്ചപ്പോഴും വ്യക്തിപരമായി പല ആളുകളോട്, നൂറുകണക്കിന് ആളുകളോട് സംസാരിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി. ഉണർവിൻ്റെ ശുശ്രൂഷകരെ പരിശോധിച്ചപ്പോൾ അവർ ശക്തമായി ദൈവം ഉപയോഗിച്ചതിൻ്റെ ഒരു കാരണം അവർ കുറ്റബോധത്തിൻ്റെ കീഴിലല്ലായിരുന്നു. അത്ഭുതങ്ങൾ, അസാധാരണമായ അത്ഭുതങ്ങൾ വ്യക്തിപരമായ ആളുകൾ അനുഭവിച്ചതിൻ്റെ ഒരു കാരണം അവരുടെ അകത്ത്, പിശാചിൻ്റെ കുറ്റബോധത്തിനകത്ത് അവർ വീണില്ല എന്ന് മാത്രമല്ല, അവരുടെ അകത്ത് അസാധാരണമായ ഒരു ദൈവിക കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്ന മെസ്സേജ് വളരെ 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 ഈ സമയത്തിന്, ഈ കാലഘട്ടത്തിന് വേണ്ടതാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞു. നിങ്ങൾക്ക് സാധിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഡയറി എടുത്താട്ടെ, എഴുതി വെച്ചാട്ടെ.
ഞാൻ പ്രസംഗിക്കുന്ന പ്രസംഗം ശ്രദ്ധയോടെ കേട്ടാട്ടെ. ഇത് നിങ്ങളുടെ ലൈഫിനെ വ്യത്യാസപ്പെടുത്തും. ഇനി കുറച്ച് നേരത്തേക്ക് അവിടുന്ന് എഴുന്നേറ്റ് പോകരുത്. ചില ആളുകൾ പറഞ്ഞു, ബ്രദറിൻ്റെ പ്രസംഗത്തിൻ്റെ ഇടയിൽ എഴുന്നേറ്റ് പോയിട്ട് തിരിച്ചു വന്നാൽ ഒന്നും മനസ്സിലാകത്തില്ല. ഒരു ക്ലാസ്സാണ് ഞാൻ എടുക്കുന്നത്. അതിൻ്റെ ആദ്യ പകുതിയിൽ ഒരു ഇന്നത് പറയണമെന്നും രണ്ടാമത്തെ പകുതിയിൽ ഇന്നത് പറയണമെന്നും മൂന്നാമത്തെ പകുതിയിൽ ഇന്നത് പറയണമെന്നും എൻ്റെ ഉള്ളിൽ ചിന്തയുണ്ട്. നിങ്ങൾ ആദ്യ പകുതിയിൽ കേട്ടിട്ട് എഴുന്നേറ്റ് പോയാൽ ഒരു പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാകണമെന്നില്ല. അതുകൊണ്ട് ശ്രദ്ധയോടെ നിങ്ങൾ കേൾക്കാനായി ശ്രമിച്ചാട്ടെ. ഒരു പ്രാവശ്യം കേൾക്കുക മാത്രമല്ല, പല പ്രാവശ്യം കേൾക്കാനായി ശ്രമിച്ചാട്ടെ. അത് നിങ്ങൾക്ക് നിശ്ചയമായും വ്യത്യാസം വരുത്തും. യേശുവിൻ്റെ അടുക്കൽ വന്ന 2 പേരെ ഞാൻ ദൈവദിനത്തിൽ നിന്ന് പഠിച്ചപ്പോൾ 2 പേരോട് യേശു പറഞ്ഞൊരു വാചകം ഞാൻ പല പ്രാവശ്യം വിവിധ സഭകളിൽ, എൻ്റെ ചർച്ചകളിൽ പലയിടത്ത് ഞാനിത് പ്രസംഗിച്ചിട്ടുണ്ട്. യേശു 2 വ്യക്തികളോട് മാത്രം ഉപയോഗിച്ച, ഞാൻ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നും കൂടെ പറയട്ടെ. യേശു കർത്താവ് 2 വ്യക്തികളോട് മാത്രം ഉപയോഗിച്ച, വളരെ കുറച്ച് സംസാരിച്ച ഒരു പ്രയോഗം ഞാൻ പറയാം. നമുക്ക് ആ വാചകം ഒന്ന് വായിക്കാം. ലൂക്കോസ് മത്തായി സുവിശേഷം 15-ാം അധ്യായം, മാത്യു ചാപ്റ്റർ 15 വേഴ്സ് 28. യേശു അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്, നിന്റെ ഇഷ്ടം പോലെ ഭവിക്കട്ടെ. യേശു കർത്താവ് ഒരു സ്ത്രീയോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വളരെ വലുതാണ്, നീ വിശ്വസിച്ചതുപോലെ വരട്ടെ. മത്തായി സുവിശേഷം 8-ാം അധ്യായം നിങ്ങൾ വായിച്ചാൽ, ഹല്ലേലൂയ, ആ 10-ാം വാക്യം നമുക്ക് വായിക്കാം. 8-ാം അധ്യായം 10-ാം വാക്യം അവിടെ എഴുതിയിരിക്കുക, യേശു ഇത് കേട്ടിട്ട് അതിശയിച്ചു. ചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. യേശു കർത്താവ് ഒരു ശതാധിപനോട് സംസാരിച്ച വാചകമായത്. യേശു പറയുക, വലിയ വിശ്വാസമുണ്ട് ആ ശതാധിപന്. ഞാൻ 2 പേരെയും അടുത്തൊന്ന് പഠിച്ചു. ഒന്ന് ശതാധിപനെയും, 2 ഈ കനാന്യ സ്ത്രീയെയും. 2 പേരും യഹൂദ ഗോത്രത്തിൽ നിന്നുള്ളവനോ ക്രിസ്തീയ പാരമ്പര്യത്തിൽ നിന്നുള്ളവനോ അല്ല. 2 പേരും അവിശ്വാസത്തിൽ ജീവിക്കുന്നവരാ. പക്ഷേ ആ 2 പേരോടുമാണ് എൻ്റെ യേശു കർത്താവ് പറഞ്ഞത്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലുത്. യഹൂദന്മാരിലെ പരീശനോടോ, ആ പരീക്ഷ ഭക്തൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പഴയ നിയമത്തിലെ ഭക്തനോടോ ആരോടും കർത്താവ് ഇങ്ങനൊരു വാചകം പറഞ്ഞില്ല. ശമരി അല്ലെങ്കിൽ തൊട്ട് താഴെ എഴുതിയിരിക്കുന്നത് ശതാധിപന് വലിയ വിശ്വാസം ഉണ്ടായിരുന്നു എന്ന്. 2 പേരുടെയും ഈ വലിയ വിശ്വാസത്തിൻ്റെ രഹസ്യത്തെ കണ്ടെത്താൻ ഞാൻ ഒരിക്കൽ വേദപുസ്തകം വായിക്കാൻ തുടങ്ങി. നമുക്ക് എത്ര പേർക്ക് ആഗ്രഹമുണ്ട്, എനിക്കൊരു വലിയ വിശ്വാസം വേണം? ഈ 2 വിജാതീയരായ ആളുകളോട് മാത്രമേ യേശു പറഞ്ഞുള്ളൂ നിങ്ങൾക്ക് വലിയ വിശ്വാസം ഉണ്ടെന്ന്. അതെന്തുകൊണ്ടായിരിക്കാം യേശു കർത്താവ് ഈ 2 പേരോട് മാത്രം നിങ്ങൾക്ക് വലിയ വിശ്വാസമുണ്ടെന്ന് പറയാനുള്ള കാരണം? അവരുടെ ആ രഹസ്യം എനിക്ക് മനസ്സിലായാൽ, അവരുടെ ആ കാരണം എനിക്ക് പിടികിട്ടിയാൽ, എനിക്കും അങ്ങനൊരു വലിയ വിശ്വാസത്തിലേക്ക് വളരാൻ കഴിയത്തില്ലേ? നിശ്ചയമായിട്ടും. അപ്പോൾ അവരുടെ ഉള്ളിലെ വലിയ വിശ്വാസത്തിൻ്റെ രഹസ്യം എന്താണെന്ന് കണ്ടെത്തുക എന്നത് മാത്രമായിരുന്നു ആദ്യ ദിവസങ്ങളിലെ എൻ്റെ താല്പര്യം. കാരണം വലിയ വിശ്വാസത്തിൻ്റെ ഉടമയാകണം. നിങ്ങൾ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് എനിക്ക് ഒരു വലിയ വിശ്വാസം വേണമെന്ന്? നിങ്ങളിൽ എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? ആഗ്രഹമുള്ളവർ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്നത്തെ മെസ്സേജ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വലിയ വിശ്വാസത്തിൻ്റെ ഒരു രഹസ്യം മനസ്സിലാകും. എല്ലാം ആണെന്നല്ല എൻ്റെ അർത്ഥം, ഒരു രഹസ്യം. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഈ 2 പേരും വിജാതീയരാണ്. ഞാൻ രണ്ടാമത് ശ്രദ്ധിച്ചത്, എന്നെ ദൈവദിനം പഠിപ്പിച്ചത്, വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലുമാണ്. വിശ്വാസം ഉണ്ടാകണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനം കേൾക്കണം. അപ്പോൾ വചന കേൾവിയാണ് ഇവരുടെ അകത്ത് വിശ്വാസം കൊണ്ടുവന്നിട്ടുള്ളത്. അടുത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസം കേൾവിയാലുള്ള വിശ്വാസത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം. അതും അത്ഭുതവും തമ്മിലുള്ള ബന്ധം എന്താ? സഹോദരങ്ങളെ, ഈ കനാന്യ സ്ത്രീയെ നിങ്ങൾ മർക്കോസിന് സുവിശേഷം 7-ാം അധ്യായം 35-ാമത്തെ വാക്യം മുതൽ വായിച്ചാൽ നമുക്ക് കാണാം, അവൾ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് യേശുവിൻ്റെ അടുക്കൽ വന്നവളാണ്. യേശുവിൻ്റെ വർത്തമാനം അവൾ കേട്ടു, അല്ലെങ്കിൽ യേശുവിനെ കുറിച്ചുള്ള വാർത്ത അവൾ കേട്ടു. ശതാധിപനെ പഠിച്ചാലും അങ്ങനെ തന്നെ നമുക്ക് കാണാം, അവൻ യേശുവിനെ കുറിച്ചുള്ള വർത്തമാനം കേട്ടവനാണ്. അവർക്ക് 2 പേർക്കും യേശുവിനെ കുറിച്ചുള്ള ബേസിക്കായ അറിവുണ്ട്.
ഏതാണ് അവരുടെ അകത്ത് ഇത്ര വലിയ വിശ്വാസം പകരുവാൻ തക്കവണ്ണമുള്ള ബേസിക്കായുള്ള അറിവ്? നമുക്ക് മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ ആ സംഭവത്തിലേക്കൊന്ന് കടന്നു പോകാം. ആ സ്ത്രീ, ആ ദേശത്തു നിന്ന് ഒരു കനാനി സ്ത്രീ വന്നു അവനോട്, കർത്താവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് നിലവിളിച്ചു. കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് നിലവിളിച്ചു. അവളോട് ഒരു വാക്കും പറഞ്ഞില്ല. ഇത് ഈ സ്ത്രീ തൻ്റെ മകളെ വീട്ടിലാക്കിയിട്ട് വന്നിരിക്കുക. അപ്പോൾ ഒരു കാര്യം ഉറപ്പാണ്, ആ ഭൂതോപദ്രവം ആ മോളെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. ഒന്നുകിൽ അവളെ ചങ്ങലക്കിട്ട് കാണാം, അല്ലെങ്കിൽ അവളെ ഏതെങ്കിലും രോഗമാക്കി കാണാം. ഏതോ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാത്ത, യേശുവിൻ്റെ അടുക്കലേക്ക് എത്തിക്കാൻ കഴിയാത്ത ഒരു സംഭവമാണ്. അതിനുവേണ്ടി അവളെ അമ്മ വന്നിരിക്കുകയാണ്. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ദൂത് പറയട്ടെ. ഞാൻ ട്രിവാൻഡ്രത്തിൽ എൻ്റെ വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത്. പക്ഷെ നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഇറങ്ങാൻ പോകുകയാണ്, ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങാൻ പോകുകയാണ്. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ അത്ഭുത കരങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുമെന്ന് ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണെന്ന് വിശ്വസിച്ചാട്ടെ. അവൻ അവളോട് ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല. അവൻ്റെ ശിഷ്യന്മാർ അടുക്കൽ വന്നിട്ട്, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അവളോട് അപേക്ഷിച്ചു. ഈ സ്ത്രീ ഭയങ്കര നിലവിളിയാണ്. കർത്താവിൻ്റെ പുറകെ നടന്ന്, കർത്താവെ, എൻ്റെ മോളെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. അവൻ അതിനെ ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ എന്നെ അയച്ചിട്ടില്ല എന്ന് ഉത്തരം പറഞ്ഞു. യേശുവിൻ്റെ ആദ്യത്തെ ഉത്തരം യേശു പറയുക, ഞാൻ വന്നത് എൻ്റെ ജനത്തിനു വേണ്ടിയാണ്. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ വന്നത് എൻ്റെ ഫാമിലിയിലെ കാര്യം നോക്കാൻ വേണ്ടിയാണ്. ഈ സ്ത്രീ എൻ്റെ ഫാമിലിയിലെ മെമ്പറല്ല, അല്ലെങ്കിൽ ഇവൾ വിജാതി, അല്ലെങ്കിൽ ഞാൻ വന്നത് എൻ്റെ ജാതിക്കാർക്ക് വേണ്ടിയാണ്, എൻ്റെ ഭവനക്കാർക്ക് വേണ്ടിയാണ്. ഇവൾ എൻ്റെ ഭവനക്കാരിയല്ല. ആദ്യത്തെ വാക്ക് അവളോട് യേശു പറഞ്ഞത് പോസിറ്റീവായൊരു വേർഡല്ല. യേശു അവളോട് പറഞ്ഞത് ഇവൾ എൻ്റെ ഭവനത്തിലെ അംഗമല്ല എന്നതാണ് ആദ്യം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ, ഭവനത്തിലെ അംഗമല്ലാത്തൊരാൾക്ക് സൗഖ്യം കൊടുക്കുവാൻ യേശുവിന് മനസ്സില്ല എന്ന് തന്നെയാണ് യേശു പറഞ്ഞത്. എന്നാൽ അവൾ വന്നിട്ട് കർത്താവെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് നമസ്കരിച്ചു. ഇവൾ എൻ്റെ ഭവനത്തിലെ അംഗമല്ല, എനിക്ക് നിന്നെ സൗഖ്യമാക്കാൻ അതിനോട് താല്പര്യമില്ല, നീ എൻ്റെ മകളല്ല, മകനല്ല, അതുകൊണ്ട് സൗഖ്യമാക്കാൻ എനിക്ക് താല്പര്യമില്ല എന്ന് യേശു പറഞ്ഞപ്പോൾ അവൾ ചെയ്തത്, നമ്മളാണെങ്കിൽ ഇട്ടേച്ചു പോയേനെ, നമ്മളാണെങ്കിൽ പറഞ്ഞേനെ അയാൾക്ക് സൗകര്യമില്ലെന്നാണ് പറയുന്നത്, സമയമില്ലെന്നാണ് പറയുന്നത്, നമ്മളാണ് ഇട്ടേച്ചു പോയേനെ. ഞാൻ പ്രാർത്ഥനയ്ക്ക് വരുന്ന ആളുകളിൽ കണ്ടിട്ടുള്ള പ്രത്യേകത, അവർ കുറച്ചു നേരം നിന്ന് നോക്കും, അവരാദ്യം കയറാൻ നോക്കും, ഇടി കൂടി നോക്കും, പ്രാർത്ഥിക്കാനായിട്ടേ എന്തും ചെയ്യും, അല്ല എങ്കിൽ പിറുപിറുത്തുകൊണ്ട് കടന്നു പോകും. ഈ സ്ത്രീ അങ്ങനെ ആയിരുന്നില്ല. യേശു അവളോട് പറഞ്ഞു, ഞാൻ വന്നത് എൻ്റെ മക്കൾക്ക് വേണ്ടിയാണെന്ന് പറഞ്ഞപ്പോഴും ഈ സ്ത്രീ അവിടെ സ്റ്റേ ചെയ്യാണ്. അവളോട് അവൻ്റെ അടുക്കൽ വന്നിട്ട്, കർത്താവേ, നീ പറയുന്നൊന്നും എനിക്ക് ചെവി കൊള്ളാൻ വയ്യ, നീ എന്നെ സഹായിക്കണമേ എന്ന് വീണ്ടും പറയുകയാണ്. പക്ഷേ യേശു അതിന് മറുപടി പറഞ്ഞത്, എൻ്റെ മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് കൊടുക്കുന്നത് നല്ലതല്ല എന്ന് ഉത്തരം പറഞ്ഞു. ഒന്ന് പറഞ്ഞു, നീ എൻ്റെ മകളോ മകനോ അല്ല, എൻ്റെ വീട്ടിലെ ആളല്ല. 2, മക്കൾക്ക് കൊടുക്കേണ്ട അനുഗ്രഹം വഴിയിലുള്ള നായ്ക്ക് കൊടുക്കാൻ പറ്റത്തുമില്ല. ഇൻസൾട്ടിങ് വേർഡ്, വിഷമിപ്പിക്കുന്ന വാചകമായി യേശു പറഞ്ഞേ. പക്ഷേ വേദപുസ്തകം പറയുന്നത്, അതിന് അവൾ, കർത്താവെ, നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞു. യേശു കർത്താവ് അവളോട് വ്യക്തമായി പറയുകയാണ്, സ്ത്രീയെ, നീ എൻ്റെ വീട്ടിലെ അംഗമല്ല, നിനക്ക് എൻ്റെ കയ്യിൽ നിന്ന് നന്മ പ്രാപിക്കാൻ അല്ലെങ്കിൽ എനിക്ക് നിനക്ക് നന്മ തരാൻ ഒരു താല്പര്യവുമില്ല. ഇത് പറഞ്ഞു കഴിയുമ്പോൾ ശ്രദ്ധിച്ചു കേട്ടാട്ടെ, ആ സ്ത്രീ അതിനൊന്നും പരാതി പറയുന്നില്ല. അവൾ ആ പറഞ്ഞത് മുഴുവൻ അക്സെപ്റ്റ് ചെയ്തു. അവൾ പറയുക, കർത്താവ്, നീ പറഞ്ഞു ശരിയാ, ഞാൻ നിൻ്റെ മോനല്ല, എനിക്ക് നിന്റെ സൗഖ്യം മേടിക്കാനുള്ള യോഗ്യതയില്ല. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നു?
യേശു കർത്താവ് അവളോട് ഒറ്റ വാക്കിൽ പറഞ്ഞത്, സ്ത്രീയെ, നിനക്ക് അത്ഭുതം അനുഭവിക്കാൻ യോഗ്യതയില്ല എന്ന് തന്നെയാണ്. പക്ഷേ യേശുവിനെ അവൾ വിട്ടില്ല. യോഗ്യതയില്ല എന്ന് അവൻ അവളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടും യേശുവിനെ അവൾ വിട്ടില്ല. അവൾ പറയുകയാ, എനിക്ക് യോഗ്യതയില്ല എങ്കിലും നിനക്ക് എന്നെ സൗഖ്യമാക്കാനായി കഴിയും. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഞാൻ നിന്റെ മകനല്ലെങ്കിലും യേശുവേ, നിനക്ക് എന്നെ സൗഖ്യമാക്കാനായി കഴിയും. സൗരങ്ങളെ, വാട്ട് എ സ്റ്റേറ്റ്മെന്റ്! എന്ന വാചകമായത്! മകനല്ലെങ്കിലും സൗഖ്യമാക്കാൻ കഴിയും, യോഗ്യതയില്ലെങ്കിലും സൗഖ്യമാക്കാൻ കഴിയും. യേശുവിനോട് അവൾ പറയുകയാ. ശ്രദ്ധിക്കുന്നോ സഹോദരങ്ങളെ? യേശുവിനോട് അവൾ പറഞ്ഞ മറുപടിക്ക് യേശു പറഞ്ഞ വാക്ക് ഭയങ്കരമായിരുന്നു. യോഗ്യതയില്ലെങ്കിലും എന്നിൽ നിന്ന് നിനക്ക് സൗഖ്യം കിട്ടുമെന്ന് നിനക്ക് വിശ്വസിക്കാൻ പറ്റുന്നുവോ? എങ്കിൽ ആ വിശ്വാസം സാധാരണ വിശ്വാസമല്ല, അസാധാരണ വിശ്വാസമാണ്. രണ്ട് കാര്യങ്ങൾ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ യേശു കർത്താവ് മക്കൾക്ക് അപ്പം കൊടുക്കും. രോഗശാന്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മക്കൾക്ക് തന്നെയാണ്. മക്കൾക്ക് രോഗസൗഖ്യത്തിൻ്റെ ദൈവം രോഗസൗഖ്യം തന്നെ മക്കൾക്ക് കൊടുക്കും. മക്കൾക്ക് ദൈവം കൊടുക്കുന്ന അപ്പമാണ് രോഗസൗഖ്യം. ആ സ്ത്രീയോട് പറഞ്ഞ വാചകങ്ങൾ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് വളരെ മനസ്സിലാക്കാൻ കഴിയും. യേശു കർത്താവ് ആ സ്ത്രീയോട് പറഞ്ഞത് മക്കൾക്കുള്ള അപ്പമാണ് രോഗസൗഖ്യം. അതുകൊണ്ട് നിങ്ങൾ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ദൈവ പൈതലായിട്ട് രോഗിയായിരിക്കുന്നുവെങ്കിൽ, സഹോദരങ്ങളെ, നിങ്ങൾ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. അത്ഭുതത്തിന് നിങ്ങൾക്ക് അവകാശമുണ്ട്. നിങ്ങൾ ദൈവത്തിൻ്റെ മോനായിരിക്കുന്നിടത്തോളം കാലം ആ അത്ഭുതം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് കഴിയും. ഈ സ്ത്രീയെ നോക്കിക്കേ, അവൾ ദൈവത്തിൻ്റെ മോളല്ലാതിരിക്കെ, ദൈവത്തിൻ്റെ യോഗ്യത അവൾക്കില്ലാതിരിക്കെ അവൾ പറയുകയാ, യോഗ്യത ഇല്ലാത്ത എനിക്ക് നിനക്ക് സൗഖ്യം തരാനായി പറ്റും. ഒരു സംഭവം കൂടെ ഞാൻ വായിച്ചിട്ട് ഞാൻ നിങ്ങളെ ആ കാര്യം എന്താണെന്ന് പഠിപ്പിക്കാം. ഹല്ലേലൂയ. അവൻ കഫർനഹൂമിലെത്തിയപ്പോൾ, മത്തായി 8:5 ഒരു ശതാധിപൻ അവനോട്, കർത്താവേ, എൻ്റെ ബാല്യക്കാരൻ പക്ഷവാതം പിടിച്ചു കഠിനമായി വേദനപ്പെട്ട് വീട്ടിൽ കിടക്കുന്നു എന്ന് അപേക്ഷിച്ച് പറഞ്ഞു. യേശു അവനോട്, ഞാൻ വന്ന് അവനെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞു. അതിന് ശതാധിപൻ, കർത്താവേ, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ എനിക്ക് യോഗ്യതയില്ല. നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ എൻ്റെ ബാല്യക്കാരനെ സുഖം വരും എന്ന് അവൻ പറഞ്ഞു. ഒന്ന് ശ്രദ്ധിക്കാവോ സഹോദരങ്ങളെ? അവൻ തന്നെ യേശുവിനോട് തുറന്നു പറയുക, കർത്താവേ, എനിക്ക് അതിനുള്ള യോഗ്യതയില്ല. പക്ഷേ യോഗ്യതയില്ലാത്ത എൻ്റെ വീടിനെ നീ ഒരു വാക്ക് പറഞ്ഞാൽ സൗഖ്യം കിട്ടുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. അവിടെയും അവനോട് യേശു പറഞ്ഞത്, ഇസ്രായേലിൽ കൂടെ ഇത്ര വലിയൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഇതെന്നെ അതിശയിപ്പിച്ചു കേട്ടോ. യോഗ്യതയില്ലെങ്കിലും എനിക്ക് സൗഖ്യം തരാൻ പറ്റുമെന്ന് വിശ്വസിക്കുകയോ? ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളും ഞാനും യേശുവിൻ്റെ അടുക്കൽ വരുമ്പോൾ എൻ്റെ അകത്തുള്ള ഏക പ്രശ്നം പറയട്ടെ, എൻ്റെ യോഗ്യതാ പ്രശ്നമാണ്. എൻ്റെ അകത്ത് ഞാൻ ചെയ്തു പോയതിനെ കുറിച്ചുള്ള കുറ്റബോധം കിടക്കുകയാണ്. യേശു ക്ഷമിച്ചു എന്നും യേശുവിന് മുമ്പാകെ ഇനി പാപങ്ങളൊന്നും മറഞ്ഞിരിപ്പില്ല എന്നും ഒക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ പഠിച്ചു, കഴിഞ്ഞ ദിവസങ്ങളിൽ പഠിച്ചു. കേട്ടിട്ടില്ലാത്തവർ കേട്ടാട്ടെ. ഇന്നലത്തെയും മിനിഞ്ഞാന്നത്തെയും മെസ്സേജ് പ്രത്യേകിച്ച് കേട്ടാട്ടെ. സൗരങ്ങളെ ശ്രദ്ധിച്ചേ. എന്നാൽ പലപ്പോഴും നമ്മൾ ചെയ്തതല്ല നമ്മുടെ അകത്ത് ഓർമ്മയുണ്ട്. ആ ഓർമ്മകൾ നമ്മളെ വേട്ടയാടാറുണ്ട്. ആ ഓർമ്മകളിൽ പിശാച് കടന്നു വന്നിട്ട് നിങ്ങളോട് പറയും, ഇതാണ് നിങ്ങളുടെ കാരണം, നിങ്ങളുടെ അയോഗ്യതയാണ് കാരണം. സഹോദരങ്ങളെ, ഈ സ്ത്രീയുടെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒന്ന് പരിശോധിക്കാം. ഈ ശതാധിപൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലെ ഒന്ന് പരിശോധിക്കാം. അവർക്ക് അവരുടെ അയോഗ്യതയൊക്കെ അറിയാം, അവരുടെ അയോഗ്യത മുഴുവൻ അറിയാം. പക്ഷേ അയോഗ്യതയിലും അവരെ സ്നേഹിക്കുന്ന ഒരു കർത്താവിനെ കൂടെ അവർക്കറിയാം. ഞാൻ ചിന്തിച്ചു, കർത്താവേ, എന്തായിരിക്കും ഈ അയോഗ്യതയുടെ നടുവിൽ
യേശു കർത്താവിൽ അവൾക്ക് സൗഖ്യം കിട്ടാനുള്ള കാരണം. ഞാൻ ആ വാചകം പഠിച്ചപ്പോൾ ഏറ്റവും ആദ്യം എനിക്ക് മനസ്സിലായ കാര്യം, ശ്രദ്ധിച്ചു കേട്ടാട്ടെ, ആ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് അവനെ അഭിസംബോധന ചെയ്ത് ശ്രദ്ധിക്കാവോ, ദാവീദ് പുത്ര. അപ്പോൾ ദാവീദ് പുത്രൻ ആരാണ് എന്ന് വ്യക്തമായൊരു അറിവ് ആ സ്ത്രീയുടെ അകത്തുണ്ട്. അവൾക്ക് അയോഗ്യതകൾ ഉണ്ടെങ്കിൽ, കുറവുകൾ ഉണ്ടെങ്കിലും ആരാണ് ദാവീദ് പുത്രൻ എന്ന് അവൾക്കറിയാം. രണ്ടാമത്തെ പ്രത്യേകത, ദാവീദ് പുത്രൻ എന്തിനാണ് വരുന്നതെന്ന് അവൾക്കറിയാം. കുറച്ചും കൂടെ നന്നായി പറഞ്ഞാൽ, മിശിഹ എന്തിനാണ് വന്നതെന്നും അവൻ്റെ ഗുണഗണങ്ങൾ എന്തൊക്കെയാണെന്നും അവൾക്ക് നല്ലവണ്ണം അറിയാം. അതെന്താ ബ്രദറെ എങ്ങനെ പറയുന്നത്? നമുക്കൊരു വാക്യം വായിക്കാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. എന്നാൽ യിശ്ശയ്യായുടെ കുറ്റിയിൽ നിന്നൊരു മുള പൊട്ടി പുറപ്പെടും, അവൻ്റെ വേരുകളിൽ നിന്നുള്ള ഒരു കൊമ്പ് ഫലം കായ്ക്കും. ഇതാരെക്കുറിച്ച് പറയുക? ദാവീദിന്റെ സന്തതിയായി ജനിക്കുന്ന യേശുവിനെ കുറിച്ച് പറയുകയാണ്. അവൻ്റെ പ്രത്യേകത 3-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്. യേശുവിൻ്റെ പ്രത്യേകത ശ്രദ്ധിച്ചു കേൾക്കൂ. യേശുവിന് മാത്രമുള്ള പ്രത്യേകത. ഹല്ലേലൂയ. 3-ാം വാക്യം, യഹോവ ഭക്തി, അവൻ്റെ പ്രമോദം യഹോവ ഭക്തിയിലായിരിക്കും. അവൻ കണ്ണ് കൊണ്ട് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല, ചെവി കൊണ്ട് കേൾക്കുന്നത് പോലെ വിധിക്കുകയില്ല. അയ്യോ, ഒരു ആശ്ചര്യം തോന്നുന്ന വാചകം. കണ്ണ് കാണുന്ന പോലെയല്ലേ ന്യായം പാലനം ചെയ്യണ്ടേ? ചെവി കേൾക്കുന്നത് പോലെയല്ലേ വിധിക്കണ്ടേ? യേശു പറയുക, കണ്ണ് കാണുന്നത് പോലെയോ ചെവി കേൾക്കുന്നത് പോലെയോ അവൻ വിധിക്കത്തില്ല. കണ്ണുകൊണ്ട് നോക്കുന്നത് പോലെ അവന് വിധിക്കത്തില്ല. കണ്ണിൻ്റെ കാഴ്ചപ്പുറത്ത് അവൻ വിധിക്കത്തില്ല. അവൻ്റെ വിധി കാഴ്ചപ്പുറത്തല്ല. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു വാചകം ഞാൻ വായിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് ഒരു വാചകം വായിക്കട്ടെ. എൻ്റെ കൂടെ ഉണ്ട്, ഒരു ഹല്ലേലൂയ പറയാമോ? യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം. നിങ്ങൾ ജഡപ്രകാരം വിധിക്കുന്നു, ഞാൻ ആരെയും വിധിക്കുന്നില്ല. യേശു പറഞ്ഞ വാചകമാണ്. ഈ വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ, യേശു പറഞ്ഞതിൻ്റെ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ, ശ്രദ്ധിച്ചു കേട്ടാട്ടെ, അവൻ കണ്ണ് കാണുന്നത് പോലെ ന്യായപാലനം ചെയ്യുകയില്ല. ജഡപ്രകാരം യേശു കർത്താവ് വിധിക്കത്തില്ല. യേശുവിൻ്റെ വിധി മുഴുവനും ജഡപ്രകാരമല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? എന്തു പറഞ്ഞാൽ അർത്ഥം എന്താ? സഹോദരങ്ങളെ, യേശു കർത്താവ് ആ സ്ത്രീയെ നോക്കിയിട്ട് അവളുടെ യോഗ്യത നോക്കിയാണ് അവളെ സൗഖ്യത്തിനായി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, എൻ്റെയോ നിങ്ങളുടെയോ യോഗ്യതയാണ് സൗഖ്യം കിട്ടാനുള്ള, സൗഖ്യം ലഭിക്കാനുള്ള മാനദണ്ഡമെങ്കിൽ, എൻ്റെയും നിങ്ങളുടെയും ഗുണമാണ് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് സൗഖ്യമാകാനുള്ള മാനദണ്ഡമെങ്കിൽ, വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ യെശയ്യാവ് 64-6-ാമത്തെ വാചകം പറയുക, നമ്മളുടെ നീതിയുടെ പ്രവർത്തികൾ അവൻ്റെ മുമ്പാകെ കറ പുരണ്ട തുണികൾ പോലെയാണ്. നമ്മൾ എത്ര നന്മ ചെയ്താലും, എത്ര വിശുദ്ധനാകാൻ ശ്രമിച്ചാലും എവിടെയെങ്കിലും കറകൾ കാണും. വെളിപ്പാട് പറഞ്ഞത് ഇങ്ങനെയാ, വിശുദ്ധൻ വീണ്ടും തന്നെ വിശുദ്ധീകരിക്കട്ടെ എന്ന. വിശുദ്ധനാണ്, പക്ഷേ അവൻ്റെ സന്നിധിയിൽ വീണ്ടും വിശുദ്ധീകരിക്കപ്പെടേണ്ടത് ആവശ്യമാണ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായം 1 വാക്യങ്ങൾ വായിച്ചാൽ കാണാം, യെശയ്യാവ് ഉസിയാവ് എന്ന രാജാവ് മരിച്ചപ്പോൾ ദൈവത്തിൻ്റെ സാന്നിധ്യം കാണുകയാണ്. പ്രവാചകനാ, പക്ഷേ ദൈവം ഇറങ്ങി വന്നപ്പോൾ കുറവുകളെ പിടികിട്ടുകയാണ്. അവൻ പറയുക, അധരം പ്രവചിച്ച എൻ്റെ അധരം അഴുക്കുള്ളതാണ്, അശുദ്ധിയുള്ളതാണ്. സൗരങ്ങളെ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് പറയാം. നമ്മുടെ യോഗ്യതയാണോ സൗഖ്യമാക്കാനുള്ള മാനദണ്ഡമെങ്കിൽ, ആ സ്ത്രീയോ ജോൺ ദാരുവോ എന്നെ കേൾക്കുന്നോ നിങ്ങളോ സൗഖ്യമാകുക അസാധ്യമാണ്. ദൈവം ബാകെ, ദൈവത്തിൻ്റെ വിശുദ്ധിയുടെ മുമ്പിൽ, ദൈവത്തിൻ്റെ വെളിച്ചത്തിന് മുമ്പിൽ നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു അഴുക്ക്, ഏതെങ്കിലും ഒരു കറ ഉണ്ടാകും. നമ്മളിൽ എല്ലാവരിലും എവിടെയെങ്കിലും കുറവുകൾ വാസ്തവത്തിലുണ്ട്. നിങ്ങൾ എൻ്റെ കൂടെ അംഗീകരിക്കാൻ തയ്യാറാണോ? അപ്പോൾ യേശുവിൻ്റെ അടുത്ത് ഈ സ്ത്രീ പറഞ്ഞത് ശ്രദ്ധിച്ചാട്ടെ. യേശുവിനെ കുറിച്ച് ഈ സ്ത്രീയുടെ അകത്ത് വളരെ വ്യക്തമായൊരു ബോധ്യമുണ്ട്. എന്താണ് ആ ബോധ്യം?
യേശുവിനെ കുറിച്ച് അവൾക്കുള്ള ബോധ്യം എന്താണ്? വളരെ വളരെ ശ്രദ്ധിച്ചു കേൾക്കൂ. യേശുവിനെ കുറിച്ച് അവൾക്കുള്ള ബോധ്യം, യേശു വന്നത് എൻ്റെ കുറ്റം കണ്ടെത്തിയിട്ട് എന്നെ കുറ്റപ്പെടുത്തുവാൻ അല്ല, പകരം യേശു വന്നത് പാപികളെ രക്ഷിക്കാനാണ്. അല്ലെങ്കിൽ ഇശ്യായിയുടെ കുറ്റിയിൽ നിന്നും മുളയ്ക്കുന്ന, അല്ലെങ്കിൽ ദാവീദ് പുത്രൻ വരുന്നത് ആളുകളുടെ കുറ്റം കണ്ടെത്താനല്ല, പകരം കുറ്റകൃത്യം ചെയ്തവരെ രക്ഷിക്കാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇന്ന് രാത്രി നിങ്ങൾക്കും എനിക്കും ഉണ്ടായിരുന്നൊരു ബോധ്യം പറയട്ടെ. ഏത് കാര്യത്തിനും കുറ്റം കണ്ടെത്തുന്ന ഒരു ദൈവത്തെ അല്ലേ നമ്മുടെ അകത്തുള്ളത്? എന്നാൽ എൻ്റെ യേശുവിൻ്റെ പ്രത്യേകത ഞാൻ പറയാം. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നിങ്ങളുടെ കുറ്റം കണ്ടെത്താനല്ല എൻ്റെ യേശു വന്നത്. കുറ്റമുള്ള ആളിൻ്റെ കൂടെ യേശു കടന്നു വന്നാൽ, കുറ്റമുള്ള ആളിൻ്റെ കൂടെ എൻ്റെ യേശു കടന്നു വന്ന ആ വ്യക്തിയുടെ ലൈഫേ മാറിപ്പോകാനിടയാകും. നിങ്ങൾ എൻ്റെ കൂടെ എത്തിയോ? സക്കായി എന്ന് പറഞ്ഞൊരു മനുഷ്യനെ യേശു തെരഞ്ഞെടുത്തു. അവൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ആളുകൾ പറഞ്ഞു പാപിയുടെ കൂടെ അവൻ ഭക്ഷിപ്പാൻ പോയെന്ന്. പാപിയായ മനുഷ്യനെ യേശു തെരഞ്ഞെടുത്തത്. അവനിലെ കുറ്റം കണ്ടെത്തുകയല്ല യേശു ചെയ്തത്, പകരം അവനെ രക്ഷിക്കാനുള്ള പദ്ധതി ഇടുകയാണ് യേശു ചെയ്തത്. സൗരങ്ങളെ, എൻ്റെ യേശു ഈ ലോകത്തിൽ വന്നത് നിങ്ങളുടെ കുറ്റം കണ്ടെത്താനല്ല. ഞാൻ വേദപുസ്തകം പുതിയ നിയമത്തിൽ മുഴുവൻ വായിച്ചു നോക്കി. യേശുവിൻ്റെ പരസ്യകാലത്തെ ശുശ്രൂഷകൾ മുഴുവൻ നോക്കി. അവിടെയൊന്നും യേശു കർത്താവ് ആരുടെയും കുറ്റം കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല. പകരം കുറ്റമുള്ള ആളുകളെ കുറ്റവിമുക്തിയിലേക്ക് നടത്തുന്ന ഒരു യേശുവിനെയാണ് നമുക്ക് കാണാനായി കഴിയുന്നത്. ഇന്നലെ നമ്മൾ പഠിച്ചു, എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ എൻ്റെ യേശു വഹിച്ചു. സഹോദരങ്ങളെ, എൻ്റെ യേശു വന്നത് രക്ഷിപ്പാനാ. സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് ഇങ്ങനെയല്ല തോന്നലുള്ളത്. ഈ സ്ത്രീയെ പോലെ ദൈവസന്നിധിയിൽ ചെല്ലാനുള്ള പ്രാഗൽഭ്യം നമുക്കില്ല. എൻ്റെ കുറവുകളിലും എന്നെ സ്നേഹിക്കുന്നൊരു കർത്താവുണ്ട്. എൻ്റെ കുറവുകളിൽ എന്നെ ദൈവം സ്നേഹിച്ചതുകൊണ്ടാണ് ഞാൻ കുറവുകളിൽ നിന്ന് പുറത്തു വന്നത് എന്ന് നമ്മുടെ തലയിലില്ല. സക്കായിയെ യേശു കർത്താവ് കുറവുകളോട് കൂടെ സ്നേഹിച്ചതുകൊണ്ടാണ് സക്കായി തിന്മയിൽ നിന്ന് മാറി നന്മയിലേക്ക് വരുവാൻ കാരണമായത്. യേശുവിൻ്റെ സഹായം കൂടാതെ നമുക്ക് ആർക്കും പുറത്തു വരാൻ പറ്റത്തില്ല. സഹോദരങ്ങളെ, ഒരു നല്ല ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദമേറുന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഞാൻ പറയാൻ വന്നതിൻ്റെ അർത്ഥം ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങളുടെയും എൻ്റെ അകത്ത് ധാരാളം പിശാച് ചെയ്യുന്നൊരു പരിപാടി നമ്മുടെ അകത്ത് കുറ്റബോധം കൊണ്ടുവരിക എന്നതാണ്. നീ അത് ചെയ്തിട്ടില്ലേ? നീ അങ്ങനെ ചെയ്തിട്ടില്ലേ? നീ പണ്ട് എങ്ങനെ ആയിരുന്നെന്നറിയാവോ? സാധാരണ മനുഷ്യർ പോലും നമ്മളോട് അങ്ങനെയാ. അതേ ചിന്തകൾ നമ്മുടെ അകത്ത് കൊണ്ടുവന്ന് നമ്മളുടെ അകത്ത് നിന്ന് പ്രാഗൽഭ്യം നഷ്ടമാക്കി കളയുകയാണ് പിശാചിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. ഒന്നും കൂടെ പറയട്ടെ. നിങ്ങൾ ചെയ്തു പോയ കുറ്റങ്ങളെക്കുറിച്ചുള്ള ഓർമ്മ നിങ്ങളുടെ അകത്ത് കൊണ്ടുവന്നിട്ട് കർത്താവിൻ്റെ അടുക്കൽ ചെല്ലാൻ ധൈര്യം കളയുകയാണ് പിശാചിൻ്റെ ഏറ്റവും വലിയ തന്ത്രം. ഈ സ്ത്രീയോട് എൻ്റെ യേശു പറഞ്ഞു, നിനക്ക് യോഗ്യതയില്ല. പക്ഷേ സ്ത്രീക്കൊരു കാര്യം അറിയാം, യേശു വന്നത് എൻ്റെ യോഗ്യത നോക്കാനല്ല, എന്നെ രക്ഷിപ്പാനാണ്. ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദമുയർത്തി ഹല്ലേലൂയ പറയാവോ? ഞാൻ പലരിടത്തും പറഞ്ഞിട്ടുള്ളൊരു ഉദാഹരണമാണ്. എന്നിട്ട് ഞാൻ ആ ഉദാഹരണം പറഞ്ഞിട്ട് താഴോട്ടൊന്ന് വരാം. ആ സ്ത്രീ പറയുന്നൊരു വാചകം കേട്ടോ നിങ്ങൾ. യജമാനൻ്റെ കാൽക്കീഴിൽ നിന്ന്, മേശയുടെ കീഴിൽ നിന്ന് നായ്ക്കുട്ടികൾ ഭക്ഷണം കഴിക്കാറുണ്ടല്ലോ. എൻ്റെ വീട്ടിലെ ഒരിക്കൽ 3 നായ്ക്കളുണ്ടായിരുന്നു. ഇപ്പോൾ ഒരെണ്ണേ ഉള്ളൂ. എൻ്റെ വൈഫിനെ ഒരു പരിധി വരെ അതിന് ഇഷ്ടമുള്ളൂ. അല്ലെങ്കിൽ വീട്ടിൽ നായ്ക്കളെ വളർത്തുന്നത് എൻ്റെ ഫാമിലിയിൽ ചിലർക്ക് ഇഷ്ടമല്ല. ഞാൻ എൻ്റെ വീട്ടിലെ നായ്ക്കളെ വളർത്തിയിരുന്നു. ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നായ്ക്കുട്ടി ഉണ്ടായിരുന്നു. അതിൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങത്തില്ലായിരുന്നു. ഞങ്ങളതിനെ ഹണി എന്നാണ് വിളിച്ചിരുന്നത്. അതിനൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ ആഹാരം കഴിക്കാനിരിക്കുമ്പോൾ ഡൈനിങ് ടേബിളിൻ്റെ താഴെ അത് വന്നിരിക്കും.
മുഖത്തേക്ക് നോക്കി നാവും നുണഞ്ഞ് എൻ്റെ മുഖത്ത് ഇങ്ങനെ നോക്കിയിരിക്കും. ആരാണ് അവന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് അയാളുടെ മുഖത്ത് നോക്കിയിരിക്കും. അവൻ എന്തെങ്കിലും കൊടുക്കാതെ ആ ടേബിളിൻ്റെ അടുക്കുന്ന അവൻ പോകത്തില്ല. ഞങ്ങൾ വീടിന് പുറത്തൊരു നായയെ വളർത്തുന്നുണ്ട്. അതിനെ റോഡ് വൈലർ അല്ലെങ്കിൽ കടിക്കുന്ന നായയാണ്. ഞങ്ങൾ ആ നായയെ അകത്ത് പോലും കയറ്റാറില്ല. അത് ഞങ്ങളുടെ വീടിനെ സൂക്ഷിക്കേണ്ടതിനെ ഞങ്ങൾ പുറത്തിട്ടിരിക്കുന്ന നായയാണ്. പക്ഷെ അകത്ത് കിടക്കുന്ന നായ ഞങ്ങൾ വിളിക്കുന്നത് ചെല്ല അല്ലെങ്കിൽ പെറ്റായ നായെന്ന. അത് ഞങ്ങൾ മടിയിൽ വയ്ക്കും. ഹല്ലേലൂയ. വേറൊരു ഭാഷയിൽ പറഞ്ഞാൽ നിങ്ങളുടെ അകത്ത് കിടക്കുന്ന നായ്ക്ക് ഞങ്ങൾ വിളിക്കുന്നത് ഞങ്ങളുടെ പ്രിയപ്പെട്ട നായെന്ന. ഞാൻ നിങ്ങളോട് പറയട്ടെ, ആ സ്ത്രീ യേശുവിനോട് പറഞ്ഞ വാചകം അറിയോ? എന്നിൽ കുറവുകളൊക്കെ ഉണ്ട് കർത്താവേ, ആ കുറവുകളുടെ നടുവിലും നിനക്ക് എന്നെ ഇഷ്ടമാ കർത്താവേ. ഈ റെവലേഷൻ, ഈ കുറവുകളുടെ നടുവിലും എൻ്റെ യേശുവിനെ അവളെ ഇഷ്ടമാണെന്ന് വാവ് ആ സ്ത്രീയുടെ അകത്ത് ഗ്രഹിക്കാൻ കഴിഞ്ഞത് യേശു കണ്ടിട്ട് പറയുക, ഇതുപോലൊരു വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. സഹോദരങ്ങളെ, നമ്മുടെ കുറവുകളുടെ നടുവിലും യേശുവിന് നമ്മളെ ഇഷ്ടമാണ്. അവനറിയാം നമ്മളുടെ പ്രകൃതം എന്താണെന്ന് അവനറിയാം. നമ്മൾ ബലഹീനരാണെന്ന് അവനറിയാം. അവൻ്റെ ഇഷ്ടവും സ്നേഹവും കൂടാതെ എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് പുറത്തു വരാൻ, എൻ്റെ സ്വഭാവത്തിൽ നിന്ന് പുറത്തു വരുവാൻ എനിക്ക് കഴിയത്തില്ല. പൗലോസ് പറഞ്ഞത് ഇങ്ങനെയാ, ഇച്ഛിക്കുന്ന നന്മയല്ല ഇച്ഛിക്കാത്ത തിന്മ എത്രയും ഞാൻ ചെയ്യുന്നത്. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. ഈ പാപമുള്ള ശരീരത്തിൽ നിന്ന് ആരാ എന്നെ ഒന്ന് വിടുവിക്കുന്നേ? എന്നാൽ പൗലോസ് 8-ാം അധ്യായം എഴുതുമ്പോൾ പറയുക, ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് അവൻ എന്നെ വീണ്ടെടുത്തിരിക്കുകയാണ്. സൗരങ്ങളെ, എൻ്റെ യേശുവാണ് നിങ്ങളുടെ രക്ഷകൻ എന്ന് പറയുന്നത്. ഞാൻ ഇത്രയും പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം ഒന്ന് പറഞ്ഞിട്ട് അടുത്ത പ്രധാനമായ ചിന്തയിലേക്ക് വരികയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് നിങ്ങളുടെ കുറ്റം കണ്ടെത്തിയിട്ട് കുറ്റം മാത്രം കണ്ടെത്തിക്കൊണ്ട് ഇരിക്കാൻ അല്ലെങ്കിൽ നോക്കാൻ വേണ്ടി വന്നവനല്ല. പകരം കുറ്റം മാത്രം ചെയ്യുന്ന പ്രകൃതമുള്ള എന്നെ അതിൽ നിന്ന് രക്ഷിക്കാൻ വന്നത്. ഒന്നാമത്തെ കാര്യം, ഇന്നലകളിൽ ചെയ്തു പോയ കുറ്റങ്ങൾ എന്നെ കണ്ടം ചെയ്യേണ്ട കാര്യമില്ല. ആ കുറ്റങ്ങളിലും കുറവുകളിലും എന്നെ സ്നേഹിക്കുന്ന ഒരു നല്ല ദൈവം ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞാട്ടെ. എനിക്ക് കുറവുകളെല്ലാം തീർത്തിട്ട് എനിക്ക് സൗഖ്യമാകാൻ കഴിയത്തില്ല. എൻ്റെ എല്ലാ കാര്യം പെർഫെക്റ്റ് ആകുമ്പോഴാണ് ദൈവം സൗഖ്യമാക്കുന്നതെങ്കിൽ രക്തസ്രാവക്കാരെ സൗഖ്യമാക്കിയത് എങ്ങനെയാണ്? ബൈബിളിൽ യേശു സൗഖ്യമാക്കിയ ആളുകളെല്ലാം ഞാൻ പരിശോധിച്ചു. എല്ലാം പെർഫെക്റ്റ് ആയിട്ടല്ല അവർ സൗഖ്യമായത്. പക്ഷേ സൗഖ്യമായതിനു ശേഷം യേശു അവരോട് പറഞ്ഞു, മേലിൽ നിനക്ക് അധികമായത് വരാതിരിക്കേണ്ടതിനെ പാപം ചെയ്യരുത്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ പാപമുള്ള തിന്മയുള്ള നമ്മളെ ദൈവം സ്നേഹിക്കുന്നത് എന്നെ അതിൽ നിന്ന് രക്ഷിക്കാനാണ്. രക്ഷിച്ചതിന് ശേഷം വീണ്ടും തിന്മയിലേക്ക് പോകാതെ അവൻ്റെ കൃപ എന്നെ സൂക്ഷിക്കുവാനിടയാകും. അവൻ്റെ കരുണ എന്നെ സൂക്ഷിക്കാനിടയാകും. അവൻ്റെ ദയ എന്നെ സൂക്ഷിക്കാനിടയാകും. അവൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ സൂക്ഷിക്കാനിടയാകും. ധൈര്യപ്പെട്ടാട്ടെ സഹോദരങ്ങളെ. നമ്മുടെ വിഷയം അതല്ല. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നത്. നിങ്ങളുടെ അകത്തുള്ള കുറ്റബോധം നിങ്ങൾ ഇന്ന് കളയണം. ശ്രദ്ധിച്ചു കേട്ടാട്ടെ. യേശു നമ്മളുടെ കുറ്റങ്ങളോട് എങ്ങനെയാണ് ഇടപെടാറ്? നമ്മുടെ കുറവുകളോട് യേശു എങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത്? ഞാനൊരു ഉദാഹരണം വായിക്കട്ടെ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം എടുക്കാം, 16-ാം വാക്യം എടുക്കാം. നമുക്കറിയാവുന്ന സംഭവമാണ്. ശമരിയക്കാരി സ്ത്രീ എന്ന് അവളെ വിളിക്കുന്നത്. അവൾക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു. അപ്പോൾ ഉള്ളതോ അവളുടെ ഭർത്താവല്ല, 6 ഭർത്താക്കന്മാരുടെ കണക്കിൽ. നമുക്ക് യേശു അവളോട് 16-ാം വാക്യം മുതൽ യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞു. എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിനെ, നിനക്ക് ഭർത്താവില്ല എന്ന് പറഞ്ഞത് ഇല്ല എന്നു നീ പറഞ്ഞത് ശരി. 5 ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല. നീ പറഞ്ഞത് സത്യം തന്നെ എന്ന് യേശു പറഞ്ഞു.
നിങ്ങളൊന്ന് ശ്രദ്ധിക്കാവോ സഹോദരങ്ങളെ, യേശു എങ്ങനെയായി ഈ വ്യഭിചാരത്തിൽ കിടക്കുന്ന സ്ത്രീയോട് ഇത്ര ശാന്തമായിട്ട് സംസാരിക്കുന്നതെന്ന് എനിക്ക് പിടിയേയില്ല. നിങ്ങൾക്ക് എങ്ങനെയാണ് മനസ്സിലായിട്ടുള്ളത്? അശുദ്ധിയുള്ള ഒരാളെ ദൈവത്തിൻ്റെ തീ കൊണ്ട് ദഹിപ്പിക്കുന്നൊരു ദൈവത്തെ അല്ലേ നിങ്ങൾക്കറിയാവുന്നത്? മൊട്ടത്തലയായെന്ന് വിളിച്ചാൽ കരട് കയറി വന്ന് കീറിക്കളയുന്നൊരു ദൈവത്തെ അല്ലേ നിങ്ങൾക്കറിയാവുന്നത്? എന്നാൽ ഈ സ്ത്രീ എന്ത് ചെയ്തു? അവൾ പറയുമോ, എനിക്ക് ഭർത്താക്കന്മാരേ ഇല്ല, ഞാനാണ് യേശുവിനെ പോലെ ഒരു പ്രവാചകനായിരുന്നതെങ്കിൽ, അല്ലെങ്കിൽ യേശുവിനെ പോലെ ആയിരുന്നതെങ്കിൽ ഞാൻ പറഞ്ഞേ, മോളെ ഈ പരിപാടിയൊന്നും എൻ്റെ അടുത്ത് നടക്കത്തില്ലടി മോളെ. നീ എന്തടി എന്നെ കുറിച്ച് വിചാരിച്ചേ? നീ എന്തുവാ വിചാരിച്ച എന്നെക്കുറിച്ച്? നീ എന്താണ് എന്നെക്കുറിച്ച് വിചാരിച്ചത്? നീ എന്നെ അങ്ങ് പറ്റിക്കാമെന്നോ? നിന്റെ കയ്യിലിരിപ്പൊന്നും എനിക്ക് മനസ്സിലായില്ലെന്നാണോ നീ വിചാരിക്കുന്നേ? നീ ആരോടാ സംസാരിക്കുന്നെന്നറിയോ? നീ ഇപ്പോൾ തീ കൊണ്ട് കരിയാൻ പോവുക എന്നൊക്കെ ഞാൻ പറഞ്ഞേനെ. പക്ഷേ ഈ അഖിലാണ്ടത്തിൻ്റെ ഉടയവനായ ദൈവത്തോട് ഒരു സ്ത്രീ കള്ളം പറയുക, വ്യഭിചാരത്തിൽ കിടക്കുന്ന ഒരു സ്ത്രീ കള്ളം പറയുക. അവൾ കള്ളം പറഞ്ഞപ്പോഴും യേശു അവളുടെ കള്ളത്തരത്തെ കുത്തി വേദനിപ്പിച്ചിട്ട്, അവളെ അങ്ങ് മുറിപ്പെടുത്തിയിട്ട്, അടികരോടി എന്ന് പറഞ്ഞിട്ട് സംസാരിക്കുന്നൊരു കർത്താവിനെ അല്ല ഞാൻ കണ്ടത്. അതിനു പകരം, സ്ത്രീയെ നീ പറഞ്ഞ് ശരിയാ കേട്ടോ, നിനക്ക് ഭർത്താക്കന്മാരില്ലെന്ന് ശരിയാ, കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ശരിയാ, പക്ഷേ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, 5 പേരുടെ കൂടെ നീ ജീവിച്ചതാ, ഇപ്പോൾ ഉള്ള ആളും നിന്റെ ഭർത്താവല്ല. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, എത്ര സ്നേഹത്തിലാ അവളോട് അവളുടെ കുറവിനെ യേശു കർത്താവ് ബോധ്യപ്പെടുത്തുന്നേ. യേശു കർത്താവിന് നിങ്ങളുടെ കുറവുകളെ ബോധ്യപ്പെടുത്താൻ അവൻ്റെ സ്നേഹം ധാരാളം മതി സഹോദരങ്ങളെ. അതിന് വാള് വേണ്ട. ഈസ് എ വണ്ടർഫുൾ അണ്ടർസ്റ്റാൻഡിങ്. ദൈവത്തിന് നിങ്ങളുടെ കുറവുകളെ ബോധ്യപ്പെടുത്താൻ, ദൈവത്തിന് നിങ്ങളുടെ തെറ്റുകളെ ബോധ്യപ്പെടുത്താൻ വടി വേണ്ട, വാള് വേണ്ട, തീ വേണ്ട, അപകടം വേണ്ട. പകരം അവൻ്റെ സ്നേഹം കൊണ്ട് തന്നെ നിങ്ങളുടെ കുറവുകളെ അവന് ബോധ്യപ്പെടുത്തുവാനേ കഴിയും. അവൻ്റെ സ്നേഹം നിങ്ങളോട് ഇടപെടുമ്പോൾ തന്നെ നിങ്ങളുടെ കുറവുകൾ എക്സ്പോസ് ആകാൻ തുടങ്ങും. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ സഹോദരങ്ങളെ? അതുകൊണ്ട് ദൈവത്തെക്കുറിച്ചുള്ള കൺസെപ്റ്റ് നിങ്ങൾ പൊളിച്ചു കളയണം. ദൈവത്തിൻ്റെ വാള്, ദൈവത്തിൻ്റെ അടി, ദൈവത്തിൻ്റെ വഴക്ക്, ദൈവം തരുന്ന തകർച്ച, അതാണ് എൻ്റെ ജീവിതത്തിന്. അല്ല സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ സ്നേഹത്തിന് പോലും എൻ്റെ ലൈഫിനെ മാറ്റാൻ കഴിയും. ദൈവത്തിൻ്റെ സ്നേഹത്തിന് മാത്രമേ എൻ്റെ ലൈഫിനെ മാറ്റാൻ പറ്റത്തുള്ളൂ. പാപിനിയായ സ്ത്രീയോട്, വ്യഭിചാരത്തിൽ ജീവിച്ച സ്ത്രീയോട് പോലും ഇത്രയും സ്നേഹത്തിലാണ് കർത്താവ് ഇടപെടുന്നതെങ്കിൽ നിങ്ങളോട് എത്രയധികമായിരിക്കും സഹോദരങ്ങളെ. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമുക്കൊരു സംഭവം കൂടെ പറയാം. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്, 18-ാം അധ്യായം. ദൈവമായ കർത്താവ് അബ്രഹാമിൻ്റെ വീട്ടിൽ ചെല്ലുകയാണ്. അവൻ അവളോട്, നിന്റെ ഭാര്യ സാറ എവിടെ എന്ന് ചോദിച്ചു. കൂടാരത്തിലുണ്ട് എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദൈവമായ കർത്താവ് 3 പേർ, ദൈവത്തിൻ്റെ ദൂതന്മാർ 3 പേർ പുറത്തിരിക്കുകയാണ്. 1 ആണ്ട് കഴിഞ്ഞിട്ട് ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, അപ്പോൾ നിന്റെ ഭാര്യ സാറയ്ക്ക് ഒരു മകൻ ഉണ്ടാകും എന്ന് അവൻ പറഞ്ഞു. സാറ കൂടാരവാതിക്കൽ അവൻ്റെ പിൻവശത്ത് കേട്ടുകൊണ്ട് നിന്നു. സാധാരണ സഹോദരിമാരെ ചിലപ്പോൾ നമ്മുടെ വീട്ടിനകത്തുനിന്ന് പുറത്തോട്ട് വരത്തില്ല. ഒരു സ്ട്രേഞ്ചർ നമ്മുടെ വീട്ടിൽ വന്നിരിക്കുമ്പോൾ, ഒരു പക്ഷേ ഇപ്പോഴത്തെ കാലം മാറ്റമുണ്ട്, അവരെ അടുക്കളയുടെ പുറകിലെ വാതിലിലോ അല്ലെങ്കിൽ കിടക്കുന്ന റൂമിൻ്റെ വാതിലിനോ കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും. പക്ഷെ അവർക്ക് കാണാൻ കഴിയാത്ത രീതിയിൽ ആ വാതിലിൻ്റെ മറവിൽ നിൽക്കും. എന്നാൽ അടുത്ത വാചകം എഴുതിയിരിക്കുക, 11-ാമത്തെ വാചകം. ഈ സാറ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. എന്നാൽ അബ്രഹാമും സാറയും വയസ്സ് ചെന്ന് വൃദ്ധരായിരുന്നു. സ്ത്രീകൾക്കുള്ള പതിവ് സാറായിക്ക് നിന്നുപോയി. കുഞ്ഞുങ്ങളുണ്ടാകാൻ യാതൊരു സാധ്യതയില്ല. അവർ 2 പേരും പ്രായം ചെന്നവരായിരുന്നു. അതുകൊണ്ട് ആകയാൽ സാറ ഉള്ളുകൊണ്ട് ചിരിച്ചു. വൃദ്ധയായിരിക്കുന്ന എനിക്ക് സുഖഭോഗമുണ്ടാകുമോ? എൻ്റെ ഭർത്താവും വൃദ്ധനായിരിക്കുന്നു എന്ന് പറഞ്ഞു. എൻ്റെ വാചകം പറഞ്ഞ സാറ വായിലോട്ട് കൈപൊത്തി. എന്നിട്ട് പറഞ്ഞു, എന്തുവാണോ ഈ പറയുന്നത്? എനിക്കിനി പിള്ളേരുണ്ടാകുന്നോ എന്ന് പറഞ്ഞ് ചിരിക്കാൻ തുടങ്ങി.
ആർ യു ലിസണിങ്? ദൈവമാണ് സാറയോട് സംസാരിക്കുന്നത്. പക്ഷെ ദൈവത്തോട് സാറ ഇടപെടുന്ന രീതി ഒന്ന് ശ്രദ്ധിക്കുക. അയ്യോ, എന്തൊരു മണ്ടത്തരമാണോ അയാൾ പറയുന്നത്, എനിക്കിനി പിള്ളേരുണ്ടാകുമെന്നോ എന്ന് പറഞ്ഞ് അവൾ ഉള്ളുകൊണ്ട് കുടഞ്ഞു ചിരിക്കുകയാണ്. അപ്പോൾ യഹോവ അബ്രഹാമിനോട്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവമോ എന്ന് പറഞ്ഞ് സാറ ചിരിച്ചത് എന്ത്? പുറത്തു നിന്ന ദൈവമായ കർത്താവ് വേദപുസ്തകം പറയുക, അകത്ത് ആ സാറ ചിരിച്ചത് കണ്ടിട്ട് ചോദിക്കുക, നോക്ക്, വൃദ്ധയായ ഞാൻ പ്രസവിക്കുന്നത് വാസ്തവം എന്ന് ചോദിച്ചിട്ട് സാറ എന്തിനാ ചിരിച്ചത്? യഹോവയാൽ കഴിയാത്ത കാര്യമുണ്ടോ? 1 ആണ്ട് കഴിഞ്ഞിട്ട് ഈ സമയമാകുമ്പോൾ ഞാൻ നിന്റെ അടുക്കൽ മടങ്ങി വരും, സാറയ്ക്കൊരു മകനും ഉണ്ടാകുമെന്ന് അരുളി ചെയ്തു. സാറ ചിരിച്ചത് കണ്ടിട്ട് അപ്പുറത്തെ പറമ്പിൽ യേശു കർത്താവ് വടിവെട്ടാൻ പോയി എന്ന് ഞാൻ വായിച്ചില്ല കേട്ടോ. ഞാനൊന്നും കൂടെ പറയട്ടെ. സാറ പിന്നാമ്പുറത്ത് വാതിക്കലിന് പുറകിൽ നിന്നിട്ട് ഇനി എങ്ങനെ എനിക്ക് പിള്ളേരുണ്ടാകുമെന്ന് പറഞ്ഞ് ചിരിച്ചില്ലേ? ആ ചിരിച്ചപ്പോഴേ അപ്പുറത്തെ പറമ്പിൽ 2 മുളവടി വെട്ടിയിട്ട് 2 കൊടുക്കുക അവൾക്ക്. ഞാൻ പറഞ്ഞിട്ട് പോലും അവൾക്ക് വിശ്വാസമില്ല. അല്ലെങ്കിൽ ഇവളുടെ അവിശ്വാസത്തെ അങ്ങ് ശാസിക്കാം. നീ മുടിഞ്ഞു പോത്തേ ഉള്ളടി, നീ രക്ഷപ്പെടത്തില്ലടി, ദൈവത്തിൻ്റെ വാക്കുപോലും വിശ്വസിക്കാത്ത നിനക്ക് ഇങ്ങനെ വരത്തുള്ളടി എന്നൊക്കെ പറയാൻ എൻ്റെ ദൈവത്തിന് കഴിയുമായിരിക്കും. പക്ഷേ സാറയോട് ദൈവം അത് ചെയ്യുന്നത് കാണുന്നില്ല. നമ്മുടെ കുറ്റങ്ങളോട് ദൈവം ഡീൽ ചെയ്ത രീതിയായി പറഞ്ഞ് സാറ ദൈവത്തോട് കള്ളം പറഞ്ഞു. എന്നിട്ട് അടുത്ത വാചകം പറയുക, സാറ ഭയപ്പെട്ടു, ഞാൻ ചിരിച്ചില്ല എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, നീ ചിരിച്ചു എന്ന് അവൻ ഉത്തരം അരുളി ചെയ്തു. ദൈവം അരുളി ചെയ്യുന്നു, ഇവൾ കള്ളം പറയുന്നു. എനിക്കറിയാം വയ്യ എന്നതേ നടക്കുന്നതെന്ന്. നമ്മുടെ കുറവുകളോട് അവൻ കരുണവാനാണ് സഹോദരങ്ങളെ. എന്തുകൊണ്ടായിരിക്കാം സാറയോട് ദൈവം ഇങ്ങനെ ഇടപെട്ടത്? എൻ്റെ കാരണം ഞാൻ പറയട്ടെ. യാക്കോബ് എൻ്റെ കാരണം പറഞ്ഞേ. യാക്കോബിൻ്റെ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 23 വാക്യങ്ങൾ വായിച്ചാൽ കാണാം. യാക്കോബ് പറയുക, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അവന് നീതിക്കായി കണക്കിട്ടു, അബ്രഹാം ദൈവത്തിൻ്റെ സ്നേഹിതൻ എന്ന് പേര് വിളിക്കപ്പെട്ടു. അബ്രഹാമിന് ദൈവമായിട്ടുള്ള ബന്ധം സ്നേഹബന്ധം മാത്രമായിരുന്നില്ല, സുഹൃത്ത് ബന്ധമായിരുന്നു. സഹോദരങ്ങളെ, നമ്മുടെ അകത്ത് പിശാച് കൊണ്ടുവരുന്ന സൂത്രം പോലെ നമ്മൾ കളിപ്പിക്കപ്പെടരുത് സഹോദരങ്ങളെ. യേശു കർത്താവിനെ നമ്മൾക്ക് വടി കൂടാതെ, അടി കൂടാതെ, ശിക്ഷ കൂടാതെ, ശാസന കൂടാതെ സ്നേഹത്തിൽ തന്നെ എന്നെ തിരുത്തുവാനായി കഴിയും. നിങ്ങൾ നിങ്ങളുടെ മക്കളോട് എങ്ങനെയാണ് പെരുമാറുന്നത്? വടി മാത്രമാണോ? ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ മക്കളോട് പെരുമാറുന്ന വിധം പറയാം. ഒരുപക്ഷെ അവർ തെറ്റ് ചെയ്താൽ അടിയെടുക്കേണ്ട സമയത്ത് ഞാൻ വടിയെടുത്തിട്ടുണ്ട്. പക്ഷേ 99% ഞാൻ വടിയെടുത്തിട്ടില്ല. 1-2 പ്രാവശ്യമേ ഞാൻ അവരെ അടിച്ചിട്ടുള്ളൂ. അതിന് പകരം അവർ തെറ്റ് ചെയ്താൽ കെട്ടിപ്പിടിച്ചിട്ട് ഒരു ഉമ്മ എടുത്തിട്ട് പറയും, ഇനി മോനെ അങ്ങനെ ചെയ്യലടാ. ആ സ്നേഹം അവരെ നിർബന്ധിക്കുവാനിടയാകും. സ്നേഹം കൊണ്ട് ഞാൻ അവരെ മാറ്റുവാൻ ശ്രമിച്ചത് ഇതുവരെയും എൻ്റെ ലൈഫിൽ കാണാൻ കഴിഞ്ഞത് സക്സസ് ആകുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം നമ്മളെ രൂപാന്തരപ്പെടുത്തും സഹോദരങ്ങളെ. എനിക്ക് മനസ്സിലായത്, ദൈവത്തിൻ്റെ സ്നേഹം എന്നിലേക്ക് നിറഞ്ഞപ്പോൾ ഞാൻ വ്യത്യാസപ്പെട്ടത്. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു കർത്താവ് ഈ ലോകത്തിൽ വന്നപ്പോൾ ആരെയും വിധിക്കുകയല്ല ചെയ്തത്. അവരുടെ കുറ്റം എന്താണെന്ന് കണ്ടെത്തി അവരുടെ കുറ്റം എന്താണെന്ന് കണ്ടെത്തിയിട്ട് അവരെ കുറ്റപ്പെടുത്തുവാനല്ല യേശു വന്നത്. നമ്മളൊക്കെ മനുഷ്യരാണെന്നും നമുക്ക് പ്രകൃതിയാൽ മാനുഷിക സ്വഭാവമാവുള്ളതെന്നും എനിക്ക് സ്വയം രക്ഷപ്പെടാൻ കഴിയത്തില്ല എന്നും തിരിച്ചറിഞ്ഞ കർത്താവ് എന്നെ അതിൽ നിന്ന് രക്ഷിക്കാനാവുന്നത്. ഞാൻ നിങ്ങളോടൊരു വാചകം പറയട്ടെ. കുറവുകളിലും നിങ്ങളുടെ കുറവുകളെ കണ്ട് വടിയെടുക്കുന്നവനല്ല കർത്താവ്. ആ കുറവുകളിൽ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ട് അവന് നിങ്ങളെ രൂപാന്തരപ്പെടുത്തുവാനായി പറ്റും. ചില ആളുകൾ എന്നോട് പറഞ്ഞു, ബ്രദറെ, കുറവുകളിലും ദൈവം നമ്മളെ സ്നേഹിച്ചാൽ നമുക്ക് രൂപാന്തരം ഉണ്ടാവുമോ? ഉണ്ടാവും സഹോദരങ്ങളെ, 100% ഉണ്ടാവും. അതുകൊണ്ട് പൗലോസ് റോമർക്ക് എഴുതുമ്പോൾ 2-ാം അധ്യായം 4-ാം വാക്യത്തിൽ പറഞ്ഞത്, അവൻ്റെ ദയ എന്നെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയാണ്.
അവൻ നമ്മളോട് ദയ കാണിച്ചാൽ പോലും നമുക്ക് മാനസാന്തരമേ ഉണ്ടാകത്തുള്ളൂ. അവൻ്റെ കരുണ, അവൻ്റെ മേഴ്സി, അവൻ്റെ ഗ്രേസ് എൻ്റെ മുകളിൽ വന്നാൽ ഞാൻ നശിച്ചു പോകുകയല്ല ചെയ്യുന്നത്. ഞാൻ മാനസാന്തരപ്പെടും. എൻ്റെ തെറ്റിനെക്കുറിച്ച് എനിക്ക് ബോധ്യം ഉണ്ടാകും. ഞാൻ കുറവുകളിലും ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത് കണ്ടാൽ, ദൈവത്തെ തിരിച്ചറിഞ്ഞിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മാറ്റം ഉണ്ടാകും. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. യേശു വന്നത് നിങ്ങളെ കുറ്റം വിധിക്കുവാനല്ല. മത്തായി സുവിശേഷത്തിലൊരു വാചകം വായിച്ചിട്ട് 1-2 വാക്യങ്ങൾ കൂടെ വായിച്ചിട്ട് ഞാൻ ഇതിൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാനായി ശ്രമിക്കാം. മത്തായി സുവിശേഷം 12-ാം അധ്യായം അതിൻ്റെ 17 മുതലുള്ള വാക്യങ്ങൾ. ഇതാ ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ. ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. ഇതാരെക്കുറിച്ച് പറയുന്നതെന്നറിയോ? യേശുവിനെ കുറിച്ച് പറയുന്നതാണ്. എന്താണ് പറയുന്നത്? ഞാൻ തെരഞ്ഞെടുത്ത എൻ്റെ ദാസൻ, എൻ്റെ ഉള്ളം പ്രസാദിക്കുന്ന എൻ്റെ പ്രിയൻ, എൻ്റെ ആത്മാവിനെ അവൻ്റെ മേൽ വയ്ക്കും. അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. അവൻ കലഹിക്കുകയില്ല, നിലവിളിക്കുകയില്ല. ആരും തെരുവുകളിൽ അവൻ്റെ ശബ്ദം കേൾക്കുകയില്ല. അടുത്ത വാചകം വളരെ സന്തോഷമുള്ള വാചകമാണ്. ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തുകയില്ല. അവൻ ന്യായവിധി ജയത്തോളം നടത്തും. അവൻ്റെ നാമത്തിൽ ജാതികൾ പ്രത്യാശ വയ്ക്കും. ചതഞ്ഞ ഓട ഒടിച്ചു കളയത്തില്ല അവൻ. ചതഞ്ഞുപോയി, അത് ഇനി ഒരിക്കലും പ്രയോജനമില്ല. കെടുന്ന തിരിയ, ഇനി അതിനെ പ്രയോജനപ്പെടുത്താൻ പറ്റത്തില്ല. പക്ഷേ വേദപുസ്തകം പറയുക, യേശു വന്നത് ഓട ചതഞ്ഞുപോയി. നിങ്ങൾ ഈറയുടെ തണ്ട് കണ്ടിട്ടുണ്ടോ? ആ ഈറ ഉടഞ്ഞു പോയാൽ പിന്നെ നമ്മൾ മാങ്ങ പറിക്കാനോ എന്തെങ്കിലും ഉപയോഗത്തിനോ അതൊരു തോട്ടിയായിട്ട് ഉപയോഗിക്കത്തില്ല. പകരം അതിനെ ഒടിച്ചു കളയും, കത്തിക്കും. ഈറ പൊട്ടുന്നതിനേക്കാൾ മുമ്പ്, ഓട പൊട്ടുന്നതിനേക്കാൾ മുമ്പ് അതിനെ ഉപയോഗിക്കാൻ കൊള്ളാം. പക്ഷെ ഉപയോഗശൂന്യമായതിനെയും എൻ്റെ കർത്താവ് പറയുക, ഉപയോഗശൂന്യമായതിനെ കളയാനല്ല കർത്താവ് വന്നത്, അതിനെ രക്ഷിപ്പാനാണ് വന്നത്. ചില ആളുകൾ എന്നോട് ചോദിച്ചു, ബ്രദറെ, അവൻ ജാതികൾക്ക് ന്യായവിധി അറിയിക്കും. ഇത് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തെഴുതിയ വാചകമാണ്. എന്താ ഈ ന്യായവിധി എന്ന് പറഞ്ഞ? ദൈവത്തിൻ്റെ പ്രമാണത്തെ അറിയിക്കും. എന്താണ് ദൈവത്തിൻ്റെ പ്രമാണം എന്ന് പറഞ്ഞ? അല്ലെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകളെ അറിയിക്കും. സത്യത്തിൽ ദൈവകൽപ്പനകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരർത്ഥത്തിലേ ദൈവകൽപ്പനകളെ അറിയാവൂ. ദൈവകൽപ്പനകളെ അറിയിക്കുമെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്ലാൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ പ്ലാനുകളെ അറിയിക്കും. ദൈവിക ഉദ്ദേശം മുഴുവൻ ദൈവിക കൽപ്പനകൾക്കകത്തായിരിക്കുന്നത്. എന്നെക്കുറിച്ചുള്ള ദൈവിക പദ്ധതി മുഴുവൻ അറിയണമെങ്കിൽ ദൈവത്തിൻ്റെ കൽപ്പനകൾ നോക്കണം. എന്ന് പറഞ്ഞാൽ ജാതികളായ ആളുകളോട് ദൈവത്തിന് ആ വ്യക്തികളെക്കുറിച്ചുള്ള പ്ലാനെ അവൻ്റെ കൽപ്പനകളിലൂടെ അവൻ അറിയിക്കും. ആ വ്യക്തികളെ അറിയിക്കുക മാത്രമല്ല, അവരെ ആരെയും ഉടച്ചു കളയത്തില്ല, ഉപേക്ഷിക്കത്തില്ല, രക്ഷിക്കുകയാണ് യേശു ചെയ്യുന്നത്. ചില ആളുകൾ എന്നോട് ചോദിച്ചു, ബ്രദറെ, അപ്പോൾ യേശുവിൻ്റെ ആത്മാവ്, പരിശുദ്ധാത്മാവ് വരുമ്പോൾ എന്താ നമുക്ക് ബോധം തരുന്നത്? പാപബോധമല്ലേ തരുന്നത്? സൗരങ്ങളെ, യേശു കർത്താവ് പരിശുദ്ധാത്മാവിനെ തരുന്നത് പാപബോധം തരാനാ, കുറ്റബോധം തരാനല്ല. നമ്മൾ ചെയ്ത കുറ്റങ്ങളെക്കുറിച്ച് വേദനിച്ചിരിക്കാനല്ല പരിശുദ്ധാത്മാവ് എൻ്റെ അകത്തേക്ക് വരുന്നത്. എൻ്റെ അകത്ത് പരിശുദ്ധാത്മാവ് വന്നിട്ട് ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത് അത് ദൈവത്തിൻ്റെ ആത്മാവല്ല. ദൈവത്തിൻ്റെ ആത്മാവ് കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കത്തില്ല. നീ ചെയ്തതിൻ്റെ ഫലമാടായത്, നീ ഇങ്ങനെ അനുഭവിക്കാതെ എങ്ങനെയാ പോകുന്നത്, നീ ഇങ്ങനെ രക്ഷപ്പെടുത്തൊന്നുമില്ലടാ, നീ കഷ്ടപ്പെടുത്തുള്ളടാ, നീ അനുഭവിക്കുവാടാ എന്ന് പറയുന്നത് നീ ആ തെറ്റ് ചെയ്ത ദിവസം മുതൽ ഇങ്ങനെയാടാ, അതിൻ്റെ ഫലമാടാ നീ അനുഭവിക്കുന്നത് എന്ന് നിന്നോട് പറയുന്നത് പരിശുദ്ധാത്മാവല്ല. പരിശുദ്ധാത്മാവ് കുറ്റപ്പെടുത്തുകയില്ല. പകരം പരിശുദ്ധാത്മാവ് കുറ്റബോധം തരികയാണ് ചെയ്യുന്നത്. തെറ്റിനെക്കുറിച്ചുള്ള ബോധം തരും. എന്താണ് തെറ്റിനെക്കുറിച്ചുള്ള ബോധം തരിക എന്ന് പറഞ്ഞാൽ, ഞാനൊരു വാചകം കൂടെ വായിച്ചിട്ട് അതൊന്ന് തൊട്ടേച്ച് പോകട്ടെ. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം വാക്യം. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. അവൻ വന്നിട്ട് എന്തു ചെയ്യും? പാപത്തെക്കുറിച്ച് ബോധം വരുത്തും.
ഏതാണ് കർത്താവ് പാപത്തെക്കുറിച്ച് ബോധം വരുത്തുക? അടുത്ത 9ാമത്തെ വാക്യം എഴുതിയിരിക്കുക, അവൻ എന്നിൽ വിശ്വസിക്കാത്തത് കൊണ്ട് പാപത്തെക്കുറിച്ച് ബോധം വരുത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നാൽ യേശുവിൽ വിശ്വസിക്കാഞ്ഞതുകൊണ്ട് ആ വിശ്വസിക്കാത്തതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഓർമ്മ തരും. അല്ലെങ്കിൽ യേശുവിൽ വിശ്വസിക്കാതെ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ച് അവൻ നിങ്ങൾക്ക് ബോധ്യം തരും. അതെന്തും ആകാം. അപ്പോൾ അടുത്ത വാചകം നിങ്ങൾ ശ്രദ്ധിച്ചേ, ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് ഇനി എന്നെ കാണാതിരിക്കുന്നതും ചെയ്യുന്നതുകൊണ്ട് നീതിയെക്കുറിച്ചും. അപ്പോൾ എന്താ ഈ നീതിയെക്കുറിച്ചെന്ന് പറഞ്ഞാൽ? യേശു കർത്താവ് പറഞ്ഞത് ശിഷ്യന്മാരോട് മറ്റൊരു കാര്യസ്ഥനെ തരുമെന്ന്. എന്ന് പറഞ്ഞാൽ അർത്ഥം മറ്റൊരു എന്നൊരു വേർഡ് നിങ്ങൾ മറന്നു പോകരുത്. യേശു പറയുക, എന്നെപ്പോലെ വേറൊരുത്തനെ നിങ്ങൾക്ക് തരും. അവൻ വരുമ്പോൾ ഞാൻ പറഞ്ഞത് ഓർമ്മപ്പെടുത്തി തരും, നിങ്ങളെ സകലത്തിലും വഴി നടത്തും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്ന യേശു ആ പ്രശ്നത്തിന് നടുവിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് യേശു ശിഷ്യന്മാരോട് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, എന്താണ് ആ പ്രശ്നത്തിൻ്റെ നീതി എന്ന് പറഞ്ഞു കൊടുക്കുന്നത് പോലെ, യേശു കർത്താവ് നമ്മൾ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലാക്കി തരികയും അതിൻ്റെ നീതി എന്താണ്, നീതിയിൽ വിശ്വസിക്കേണ്ടതിനെ അല്ലെങ്കിൽ നീതീകരിക്കപ്പെടേണ്ടതിനെ എന്താണ് ചെയ്യേണ്ടതെന്ന് നമ്മളെ ഗ്രഹിപ്പിക്കുകയും ചെയ്യും. എൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലായി, ഇന്നത് ഞാൻ തെറ്റാണ് ചെയ്തത്, യേശുവിൽ വിശ്വസിക്കാതെയാണ് ഞാൻ ചെയ്തത്. ആ ബോധം എനിക്ക് തരും. ആ ബോധം തന്നിട്ട് എന്നെ കുറ്റബോധത്തിലേക്ക് ദൈവം വിടത്തില്ല. എന്നിട്ട് യേശു കർത്താവ് പറയും, പരിശുദ്ധാത്മാവിനോട് പറയും, ഒന്നും കൂടെ പറയാം, ഒരു തെറ്റ് ചെയ്തു ഞാൻ, ആ തെറ്റ് ചെയ്തതിനെ പരിശുദ്ധാത്മാവ് ബോധം തന്നു. യേശുവിനെ ഉപേക്ഷിച്ച് ചെയ്ത തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായി. ആ ബോധം തരുന്നതോടുകൂടെ ശ്രദ്ധിച്ചു കേട്ടാട്ടെ, പരിശുദ്ധാത്മാവ് അടുത്ത കാര്യം കൂടെ ചെയ്യും. നമ്മുടെ ഉള്ളിലേക്ക് ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചാൽ ലഭിക്കുന്ന നീതിയെക്കുറിച്ച് സംസാരിക്കും. മൂന്നാമത് ന്യായവിധിയാണ്. ആ നീതിയിലേക്ക് ആരെങ്കിലും ക്രിസ്തു യേശുവിൽ വിശ്വസിച്ചാൽ, ദൈവം നൽകുന്ന നീതിയിലേക്ക് വന്നാൽ, ന്യായവിധിയിൽ നിന്ന് നീ രക്ഷപ്പെട്ടു എന്ന് അവൻ നിന്നോട് ഇടപെടും. എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്നോട് ഇടപെട്ടാൽ കുറ്റബോധത്തിന് അടിമപ്പെടുത്തുകയല്ല പരിശുദ്ധാത്മാവ് ചെയ്യുക. പകരം കുറ്റപ്പെടുത്തുന്ന അനുഭവത്തിൽ നിന്ന്, അല്ലെങ്കിൽ ആ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഉള്ളിലേക്ക് വന്നാൽ, തെറ്റിനെക്കുറിച്ച് ബോധ്യം നൽകിയാൽ, ആ തെറ്റിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല, നിങ്ങൾ യേശുവിൻ്റെ സാക്ഷികളാകുകയും രൂപാന്തരം സംഭവിക്കുകയും നിങ്ങൾക്ക് ചെയ്യും. എന്നാൽ നമുക്കതല്ലല്ലോ ഉള്ളത്. നമ്മൾ ചെയ്ത തെറ്റുകളെക്കുറിച്ചുള്ള വേദനയല്ലേ ഇപ്പം നമ്മളെ വേട്ടയാടുന്നത്. ആ വേദനയാണ് പലപ്പോഴും ദൈവസന്നിധിയിൽ ചെല്ലാനുള്ള പ്രാഗൽഭ്യമില്ലാത്തത്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ? ഒരു ഹല്ലേലൂയ പറയാവോ? ശബ്ദം ഉയർത്തി ഹല്ലേലൂയ പറയാവോ? ഞാനൊരു വാചകം കൂടെ വായിച്ചിട്ട് ക്ലോസ് ചെയ്യാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. 10-ാം വാക്യത്തിലേക്ക് വരാം. 2 കൊരിന്ത്യർ 7-ാം അധ്യായം 9-10 വാക്യങ്ങൾ. ഞാൻ ആ വാചകം 10-ാമത്തെ വായിക്കുക. ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരാത്ത മനസ്സാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു, ലോകത്തിൻ്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. നിങ്ങൾ എന്നെ ശ്രദ്ധിച്ചാട്ടെ, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ ഇടയിൽ ഇടപെട്ടാൽ അത് നിങ്ങൾക്ക് രൂപാന്തരം കൊണ്ടുവരും. ഞാൻ ഇംഗ്ലീഷ് വേർഷൻ ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാട്ടെ. The will of God produce the repentance and the full changes. ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളുടെ എന്തെങ്കിലും ഇടപെട്ടാൽ അത് നിങ്ങൾ ഒരിക്കലും പിശാചിന് പിന്നെ വിട്ടുകൊടുക്കത്തില്ല. പകരം ആ തെറ്റിനെക്കുറിച്ച് ബോധ്യം തരുന്നതിനോടൊപ്പം രക്ഷയെക്കുറിച്ച് കൂടെ ദൈവം ബോധ്യം തരും. അല്ലെങ്കിൽ അതിൽ നിന്ന് രക്ഷിക്കുന്ന, നീതീകരിക്കുന്ന, ആ തെറ്റിൽ നിന്ന് നീതീകരിക്കുന്ന ദൈവത്തെക്കുറിച്ച് ബോധ്യം തരും. ആ ദൈവത്തെക്കുറിച്ച് ബോധ്യം തരിക, യേശുവിനെക്കുറിച്ച് ബോധ്യം തരും. നീതീകരിക്കുന്ന യേശുവിനെക്കുറിച്ച് ബോധ്യം തരും. ആ നീതീകരിക്കുന്ന യേശുവിനെക്കുറിച്ച് മാത്രമല്ല നിങ്ങൾക്ക് ദൈവം ബോധ്യം തരിക, നിങ്ങളിനി ന്യായവിധിയിൽ അകപ്പെടുകയില്ല, ആ തെറ്റിൻ്റെ ശിക്ഷ നീ അനുഭവിക്കേണ്ട എന്ന ബോധ്യം കൂടെ പരിശുദ്ധാത്മാവ് തരുവാനിടയാകും. അപ്പോൾ പരിശുദ്ധാത്മാവ് തരുന്ന കുറ്റപ്പെടുത്തൽ അത് കുറ്റപ്പെടുത്തലല്ല, ആ കുറ്റബോധമാണ്, കുറ്റപ്പെടുത്തലല്ല. പരിശുദ്ധാത്മാവ് നമ്മളെ കുറ്റപ്പെടുത്തുകയില്ല, കുറ്റബോധം തരികയാണ് ചെയ്യുക. നിങ്ങളുടെ അകത്ത് കുറ്റപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവല്ല, അത് കള്ളനാണ്.
സഹോദരങ്ങളെ, ഈ ലോകം തരുന്ന ദുഃഖത്തിനൊരു പ്രത്യേക സ്വഭാവമുണ്ട്. ലോകം തരുന്ന കുറ്റപ്പെടുത്തലിന് ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അല്ല, ലോകത്തിൻ്റെ ദുഃഖത്തിനെല്ലാം ഒരു പ്രത്യേക സ്വഭാവമുണ്ട്. അത് നിങ്ങളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾ വേദപുസ്തകത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ വായിച്ചാൽ ധാരാളം സംഭവങ്ങൾ കാണാം. യോഹന്നാന്റെ സുവിശേഷം 21 അധ്യായം നമ്മൾ പല പ്രാവശ്യം ഈ ആഴ്ചകളിൽ തൊട്ടതാ. യേശുവിൻ്റെ ശിഷ്യന്മാർ കുറ്റബോധത്തിൻ്റെ കീഴിലായിരുന്നു, പ്രത്യേകിച്ച് പത്രോസ്. ദൈവം അവന് വെളിപ്പെട്ടിട്ട് പോലും അവൻ്റെ കുറ്റബോധം മാറിയില്ല. യേശുവിനെ അവൻ തള്ളിപ്പറഞ്ഞതിൻ്റെ കുറ്റബോധം അവനെ ഭരിക്കുകയാണ്. അവനതുകൊണ്ട് വീണ്ടും തൻ്റെ പഴയ തൊഴിലിലേക്ക് പോയി. സഹോദരങ്ങളെ, കുറ്റബോധം ഒരാളുടെ അകത്തേക്ക് വന്നാൽ ഞാൻ നിങ്ങളോട് പറയാം, അയാൾ പിന്മാറ്റത്തിലേക്ക് പോകും. എനിക്കിതൊന്നും പറ്റത്തില്ല, ഞാൻ ശരിയാവത്തില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ ഒരിക്കലും മാറാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ് അയാൾ പുറകോട്ട് പോകും. നിങ്ങളോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളങ്ങനെ പുറകോട്ട് പോയ ആളാണോ? ഇന്ന് രാത്രിയിൽ യേശുവിനെ രക്ഷിക്കാൻ പറ്റും. ലോകം തരുന്ന കുറ്റബോധത്തിൻ്റെ സ്വഭാവം അതാ. ഇതാ ഉൽപ്പത്തി പുസ്തകം 30 അധ്യായത്തിൽ നമ്മൾ വായിച്ചാൽ യാക്കോബിൻ്റെ അടുക്കൽ ലേയ പറയുന്നൊരു വാചകമുണ്ട്, നീ എനിക്ക് കൊച്ചുങ്ങളെത്താ, അല്ലെങ്കിൽ ഞാൻ മരിച്ചു പോകും. നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, അവളുടെ അകത്ത് ലേയ്ക്ക് കുഞ്ഞുങ്ങളുണ്ടായപ്പോൾ ഉണ്ടായ അസ്വസ്ഥതയിൽ നിന്ന് അവൾ പറയുക, ഞാൻ മരിച്ചു പോകും. ലോകം നിങ്ങളുടെ അകത്തേക്ക് വേദന കൊണ്ടുവരുന്നത് മരണത്തിലേക്ക് നിങ്ങളെ ലീഡ് ചെയ്യും. ഒന്ന് ശമൂവേലിൻ്റെ പുസ്തകം 30 അധ്യായം വായിച്ചാൽ, അതിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാൽ, ദാവീദിൻ്റെ കൂടെയുള്ള ആളുകൾ ദാവീദിന് നേരെ കല്ലെറിയുവാൻ കല്ലുകൾ എടുത്തു എന്നാണ് എഴുതിയിരിക്കുന്നത്. കാരണം സാഹചര്യങ്ങളെല്ലാം എതിരായപ്പോൾ അവരുടെ അകത്ത് കൊല്ലണമെന്ന വൈരാഗ്യമാണ് ഉണ്ടായത്. നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ സഹോദരങ്ങളെ? ശബ്ദയോർത്തരെ ഹാലൂയ പറഞ്ഞാട്ടെ. അപ്പോൾ ലോകം തരുന്ന വേദനകൾ, ലോകം തരുന്ന കുറ്റബോധം, ഒന്നും കൂടെ പറയാം, ലോകം തരുന്ന വേദനകൾ, ലോകം തരുന്ന കുറ്റബോധം, ഇവയെല്ലാം നമ്മളെ മരണത്തിലേക്കും നിരാശയിലേക്കും കൊണ്ടു നടത്തും, പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോകും. എന്നാൽ യേശു കർത്താവിലേക്ക് നിങ്ങൾ ആരെങ്കിലും വന്നാൽ, പരിശുദ്ധാത്മാവിലേക്ക് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദത്തിലേക്ക് ആരെങ്കിലും വന്നാൽ, ഞാൻ നിങ്ങളോട് പറയാം, അത് നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല. നിങ്ങളോട് പറയും, നിങ്ങൾക്കതിന് കഴിയും, നിങ്ങൾ താഴോട്ട് പോകത്തില്ല, നിങ്ങൾ നശിക്കത്തില്ല, നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. ആരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? യേശുവിനെ ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്ന നമ്മളല്ലാതെ പിന്നെ ആരെയാ ലോകത്തെ ജയിക്കുന്നത് എന്നത് പരിശുദ്ധാത്മാവിനോട് സംസാരിക്കും. നിങ്ങൾ ആരെങ്കിലും പിന്മാറ്റത്തിൽ പോയ ആളാണോ? എനിക്കിനി പറ്റത്തില്ല, എനിക്കിത് കഴിയത്തില്ല, എന്നെക്കൊണ്ട് നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് നീ പുറകോട്ട് പോയിട്ടുണ്ടോ? ഇന്ന് രാത്രി നിങ്ങളുടെ രാത്രിയാണ്. നിങ്ങൾ മുന്നോട്ട് വരണം. ദൈവം നിങ്ങളെ സഹായിക്കും. ഈ രാത്രിയിൽ മെസ്സേജ് കേൾക്കാൻ ഇടയായത് യാദൃച്ഛികയല്ല. ഇറ്റ്സ് എ പ്രീ പ്ലാൻ ഓഫ് ഗാഡ്. ദൈവത്തിൻ്റെ ഉദ്ദേശമാണ്. ഒരു നിമിഷം കണ്ണുകളടയ്ക്കാം, ഹൃദയങ്ങളെ കർത്താവിന് കൊടുക്കാം. എന്നിട്ട് പറയാം, കർത്താവേ, ഞാൻ പുറകോട്ട് പോയിട്ടുണ്ട്, എനിക്ക് പറ്റില്ല എന്ന് ചിന്ത വന്നിട്ടുണ്ട്, പക്ഷേ രക്ഷിക്കുന്ന ഞങ്ങളുടെ സ്നേഹം എനിക്കിപ്പോൾ അറിയാം കർത്താവേ. ആ രക്ഷിക്കുന്ന സ്നേഹത്തിനകത്ത്, കുറ്റപ്പെടുത്താത്ത ആ സ്നേഹത്തിനകത്ത് എനിക്ക് വരാൻ കഴിഞ്ഞതിനായി നന്ദി കർത്താവേ. പറഞ്ഞാട്ടെ, എന്നെ കുറ്റപ്പെടുത്താതെ എന്നെ സ്നേഹിക്കുന്നവനാ അങ്ങെന്ന് എനിക്ക് മനസ്സിലായ കർത്താവേ. എന്നെ ഇപ്പോഴും അങ്ങേക്ക് ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായ കർത്താവേ. എൻ്റെ കുറവുകളിൽ എന്നെ അവൻ സ്നേഹിക്കുന്നു എന്ന് എനിക്ക് മനസ്സിലായ കർത്താവേ. എൻ്റെ കുറവുകളെ ട്രീറ്റ് ചെയ്യുന്ന വിധം ഇങ്ങനെയാണ്, ദൈവം എന്നോട് ഇടപെടുന്ന രീതി ഇങ്ങനെയാണ് എനിക്ക് മനസ്സിലായ കർത്താവേ. അതുകൊണ്ട് കർത്താവേ, ഇന്ന് രാത്രി ഞാൻ അങ്ങയുടെ അടുക്കലേക്ക് മടങ്ങി വരുക. ഞാൻ അങ്ങയുടെ മകനാപ്പ. എനിക്ക് ഇനിയും വളരാൻ പറ്റും. ദേശത്തൊരു ഉണർവ് നടക്കാൻ പോവുക, അതിൻ്റെ ഭാഗമായി ഞാൻ മാറാൻ പോകുന്നു. ഹല്ലേലൂയ, വണ്ടർഫുൾ ജീസസ്. കർത്താവേ, ഇന്ന് വേദനയോടിരിക്കുന്ന, എനിക്ക് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാനുള്ള പ്രാഗൽഭ്യമില്ല, എനിക്കതിനുള്ള യോഗ്യതയില്ല എന്ന തോന്നലിൽ, കണ്ടംനേഷനിൽ ഇരിക്കുന്ന, ഗിൽറ്റിൽ ഇരിക്കുന്ന ആളുകൾ ഓരോരുത്തരും ഇന്ന് രാത്രിയിൽ പുറത്തു വരട്ടെ. അവരുടെ ശരീരത്തിൽ ഇതിൻ്റെ അടയാളം എന്ന് പോകണം,
അസാധാരണമായ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. മരിച്ചു പോകുമെന്ന ചിന്തയിലിരിക്കുന്നവർ, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കത്തില്ല എന്ന വിധത്തിൽ ചിന്തിച്ചിരിക്കുന്നവർ, ആ ചിന്തയിൽ നിന്ന് പുറത്തു വന്ന് യേശുവിൻ്റെ നാമത്തിൽ രക്ഷപ്പെടട്ടെ. അപ്പ ഹല്ലേലൂയ, പ്രൈസ് ജീസസ്, ഹല്ലേലൂയ. രോഗികളായിരിക്കുന്ന ആളുകൾ രോഗമുള്ള സ്ഥലത്തേക്ക് കൈകൾ വെച്ചാട്ടെ. ഇതാ എൻ്റെ കർത്താവിൻ്റെ കരം നിങ്ങളെ രക്ഷിപ്പാൻ ഇന്ന് പകൽ ഇവിടെ ഉണ്ട്. നിങ്ങൾ എത്ര പേര് ആ കാര്യം വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങളുടെ രാത്രിയാണെന്ന് വിശ്വസിച്ചാട്ടെ. അങ്ങയുടെ അത്ഭുത കരങ്ങളെ കുടുംബങ്ങളെ തൊട്ടതിനായി നന്ദി. എൻ്റെ വാക്കുകൾ കേട്ടുകൊണ്ടിരുന്ന ഓരോ കുടുംബങ്ങളെ നീ തൊട്ടല്ലോ, ഞങ്ങളുടെ ചിന്താഗതികളെ മാറ്റിയല്ലോ, കുറ്റബോധത്തിൽ നിന്ന് വിടിവെച്ചല്ലോ, ദൈവമായിട്ടുള്ള പ്രാഗൽഭ്യത്തെ തന്നല്ലോ. യേശുവിൻ നാമത്തിൽ സ്വർഗീയ പിതാവേ, ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ബ്ലസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.